السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. വേദിയിലുള്ള സഹീർ മൗലവി ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങൾ, വളരെ വേറിട്ടതും സന്തോഷമുള്ളതുമായ ഒരു സദസ്സിലാണ്, ഒരു പ്രോഗ്രാമിലാണ് നാം ഒരുമിച്ച് ചേരുന്നത്. സാധാരണ ഫാമിലി മീറ്റ് എന്ന നിലയ്ക്ക്, കപ്പിൾസ് മീറ്റ് എന്ന നിലയ്ക്കാണ് ഇങ്ങനത്തെ പരിപാടി നടക്കാറുള്ളത്. അവിടെ പറയുന്നതൊക്കെയും ആ നിലക്കുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ അത്തരം കാര്യങ്ങൾക്കപ്പുറത്ത് ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത് എന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഏതാണ്ട് 1993 ആണ് ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായി വരുന്നത്. പുളിക്കൽ ജാമിയ സലഫിയിൽ അല്പകാലം പഠിക്കുകയും ഗൃഹാതുരത്വത്തിൻ്റെ ശക്തി കൊണ്ട് അവിടുന്ന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ ചാടിപ്പോവുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്തേക്ക് വരുമ്പോഴൊക്കെയും ജാമിയ സലഫിയുടെ ഗേറ്റ് കാണുമ്പോഴൊക്കെയും പഴയ ഗൃഹാതുരത്വത്തിൻ്റെ നെരിപ്പോടുകളൊക്കെ മനസ്സിലിങ്ങനെ അറിയാതെ വരും. ഏതായിരുന്നാലും ഈ പ്രദേശത്ത് എത്തിച്ചേരാനുള്ള ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാ. വളരെ ആത്മബന്ധമുള്ള പിതൃതുല്യനായ സഹീർ മൗലവിയെ ദീർഘമായ കാലങ്ങളോളം പരിചയമുള്ളതാണ്. എൻ്റെ മോശൻ കാക്കയുടെ കൂടെ തിരുരങ്ങാടി ഓറിയന്റൽ ഹൈസ്കൂളിൽ സഹപ്രവർത്തകരായി ജോലി ചെയ്യുക മാത്രമല്ല, ഞാൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ സഹീർ മൗലവിയും അധ്യാപകനായി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടും അല്പം മുഖങ്ങളൊക്കെ ചിലതൊക്കെ സംഘടനാപരമായും എൻ്റെ വിദ്യാർത്ഥികൾ എന്ന നിലക്കുമൊക്കെ പരിചയമുള്ളവർ എൻ്റെ മുമ്പിലുണ്ട്. കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളുടെ സംസാരങ്ങളും നിങ്ങളുടെ അന്വേഷണങ്ങളും നിങ്ങളുടെ സംശയങ്ങളും സാധ്യമെങ്കിൽ പരിഹരിക്കുകയും ദൂരീകരിക്കുകയും എന്തിനു വേണ്ടിയാണോ ഇത്തരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് അത് അതിൻ്റെ സത്ഫലം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് അപൂർവമാണ്. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വേഷത്തിലും ഈ അടക്കത്തിലും ഈ ഒതുക്കത്തിലും വളരെ അപൂർവമായി മാത്രമേ നമ്മൾ ഇരിക്കാറുള്ളൂ. അതല്ലാതെ നമ്മുടെ വീടുകളിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. ഇത് മറ്റു ചില കാര്യങ്ങളുടെ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം നിർവഹിക്കുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ്. അതിൻ്റെ തുടക്കം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് തുടങ്ങുന്നതാണ്. പ്രസ്തുത വചനത്തിൽ ആ ചെറിയ 2-3 ആയത്തുകൾ 3-4 ആയത്തുകൾ മാത്രമുള്ള ആ വചനം, ആ അധ്യായം പുതിയ കാലവുമായി ഏറെ പ്രസക്തമായതാണ് എന്ന് തോന്നുന്നു. അതിൽ പരാമർശിച്ചിട്ടുള്ളത് ഒന്ന് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്നാണ്. അറിയാവുന്ന ആളുകൾ അതൊന്ന് പാരായണം ചെയ്യാം. ഇവര് ഖുർആൻ ക്ലാസും നൗഷാദ് ബാക്കവിയുടെ വയതൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാവുന്നതാണ്. അറിയാവുന്നവർ പാരായണം ചെയ്യാം. എല്ലാവർക്കും അറിയാം. തുടങ്ങിക്കോളും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പാരായണം ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ. നമ്മൾ കേട്ട് പരിചയമുള്ളത് വൽ അസ്ർ എന്നായിരിക്കും. അങ്ങനെ ഖിറാഅത്തില്ല. റാ എന്ന പദം അറബിയിലില്ല. റാ നമ്മൾ പഠിച്ചിട്ടുണ്ടാകാം. റാ എന്നുള്ള പദം അറബിയിലില്ല. അതുകൊണ്ട് തന്നെ തൊട്ട്
തൊട്ട് മുമ്പുള്ള പദത്തിന് സുക്കൂൻ വന്നാൽ അതിന്റെ ശേഷം റാ ആണെങ്കിൽ അത് പറയണം പറയാതിരിക്കണം എന്ന രീതിയിലേ വരാവും. വൽ ഫജ്ർ അങ്ങനെ പറയാൻ പാടില്ല. വൽ ഫജ്ർ ഇങ്ങനെ ആ ഒരു എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ പാടുള്ളൂ. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വൽ അശ്ർ അസ്മർ നിർത്തരുത്. റാ ഞാൻ കേൾക്കണം, അഥവാ പാരായണം ചെയ്യുന്ന ആള് കേൾക്കണം, അത്രയേ ഉള്ളൂ. വൽ അശ്ർ പാരായണം ചെയ്തോളൂ. വൽ അശ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواصوا بالصبر وتواصوا بالحق وتواصوا بالصبر. ഓക്കെ, എന്തൊരു മടിയുള്ളത് പോലെ സ്റ്റാർട്ടിങ് ട്രബിൾ നല്ല ഖുർആനല്ലേ, അതിൽ 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് ഓതേണ്ടി വരും. അവിടെ നിർവാഹമൊന്നുമില്ല. അവിടെ ഖുർആൻ ഉപയോഗിക്കുന്ന പദം വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്നതാണ്. ഇങ്ങനെ കുറെ സത്യപ്പെടുത്തലുകൾ ഖുർആനിലുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? കുറെ പദങ്ങൾ ഇങ്ങനെ സത്യപ്പെടുത്തി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? വത്തീൻ, പിന്നെ പിന്നെ കൂടുതൽ അറിഞ്ഞാൽ ഒന്നും പറയില്ല, തീരെ അറിഞ്ഞിട്ടില്ലെങ്കിലും പറയില്ല. ഇങ്ങനെയാണ് പൊതുവിൽ ഉണ്ടാവാറ്. ഇതിൽ ഏതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന നല്ല വിശ്വാസം നിങ്ങൾക്ക് കൂടുതൽ അറിയുന്നോട്ട് കൊണ്ടാതിരിക്കുമോ? വേറെ ഏതൊക്കെയാണ്? വൽ ഫജ്ർ, പിന്നെ പ്രഭാതം, പുലരി. വശംസ്, പിന്നെ വദ്ദുഹ. ഇങ്ങനെ കുറെ പദങ്ങൾ സത്യപ്പെടുത്തി വരാറുണ്ട് അല്ലെ? നമ്മളും അങ്ങനെ പറയാറുണ്ട്. ഖുർആൻ തന്നെയാണ് സത്യം, എന്റെ വാപ്പന്നെയാണ് സത്യം, ഇങ്ങനെയൊക്കെ പലതിനെയും സത്യപ്പെടുത്തി നമ്മളും പറയും. എന്ന് പറഞ്ഞാൽ സത്യമായ ഒരു കാര്യത്തെ അത് എല്ലാവരും അംഗീകരിക്കുന്നത് കൊണ്ട് ആ അംഗീകാരത്തിൽ നിന്ന് തുടങ്ങും. അതിന് സാധാരണ മനഃശാസ്ത്രത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സൈക്കോളജിയിലൊക്കെ സിമ്പിൾ ടു കോംപ്ലക്സ് അല്ലെങ്കിൽ അഗ്രി ടു നോൺ അഗ്രി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അംഗീകരിക്കുന്നത് പറഞ്ഞിട്ട് അംഗീകരിക്കാത്തത് പറയാം. അപ്പൊ ഇവിടെ കാലത്തെ സാക്ഷി നിർത്തിയാണ് പറയുന്നത്. കാലം എന്നത് ഒരു സ്ഥലത്ത് നിൽക്കാത്ത ഒന്നാണ്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. കാലം മാത്രം മാറ്റം സംഭവിക്കില്ല. കാലത്തിന്റെ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മാറ്റങ്ങളോ കാലത്തെയോ നമ്മളെയോ സ്വാധീനിക്കും. പുതിയ കാലത്ത് ജീവിക്കുന്ന ആളുകൾ ആ പുതിയ കാലത്തായിരിക്കും ഉണ്ടാവുക. ആ മാറ്റം സ്വാഭാവികമാണ്. നമ്മുടെ വസ്ത്രം കാലമനുസരിച്ച് മാറും, നമ്മുടെ ഡ്രസ്സുകൾ കാലമനുസരിച്ച് മാറും. പണ്ടൊക്കെ ആണുങ്ങൾക്കൊരു കണ്ണടയും പെണ്ണുങ്ങൾക്ക് വേറെ കണ്ണടയും. അപ്പൊ അങ്ങനെയല്ല. ആണും പെണ്ണും ഏതാന്ന് തന്നെ ഇപ്പൊ തിരിച്ചറിയില്ല, അത് വേറെ വിഷയം. പണ്ട് ആണുങ്ങൾക്കൊരു ചെരുപ്പാണ്, പെണ്ണുങ്ങൾക്ക് വേറെ ഒരു ചെരുപ്പാണ്, ഷൂ വേറെയാണ്. ഇന്ന് അങ്ങനെയൊന്നുമല്ല, ഏതും ആർക്കൂടാ, ആ സ്റ്റൈലിലാണുള്ളത്. ഓക്കെ, ഡ്രസ്സും അങ്ങനെ തന്നെയാണ്. ആണിനൊന്ന് പെണ്ണിനൊന്ന് എന്ന് പൊതുവിൽ കാണാറില്ല. നമ്മളിൽ അല്ലെങ്കിലും ശരി പൊതുവിൽ കാണാറില്ല. അത് മുടിയും അങ്ങനെയാണ്. മുന്നിലും പിന്നിലൊക്കെ പോയി നോക്കണത് ആണോ പെണ്ണോ എന്നൊക്കെ അറിയണമെങ്കിൽ അക്കോലത്തിലാണ്. ആൺകുട്ടികളുടെ മുടി, പെൺകുട്ടികളുടെ മുടി, ഇതൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കാലത്തിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മുടെ ഡ്രസ്സിന്റെ സ്റ്റൈലിന് വ്യത്യാസം വരും. ചെറുപ്രായത്തിൽ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രം അതേ സ്റ്റൈലിൽ തന്നെ ഇപ്പൊ നമ്മൾ ധരിക്കുന്നില്ല. പെൺകുട്ടികൾ, എന്റെ ഭാര്യയൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ മഫ്ത ഇടുന്ന സമയത്ത് ഇവിടെ ഒരു കൂർപ്പുണ്ടാവും. ഈ കൂർപ്പ് ഇങ്ങനെ ശരിയാക്കാൻ ഒരു നൂറ്റാണ്ട് പിടിക്കും. ഇത് ശരിയായി കിട്ടണേ. അറബികൾ ഈ കൂർപ്പ് ശരിയാക്കുന്ന പോലെ ഈ കൂർപ്പ് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. അതിന് പറ്റാവുന്ന ഒരു ശീലയായിരിക്കും, മെറ്റീരിയൽ ആവും ഉപയോഗിക്കുക. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വടക്കോട്ട് കയറും, കിഴക്കോട്ട് വേറെ കയറും.
അതുകൊണ്ട് ഈ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു പെൺകുട്ടിയെ കഴുത്ത് ധരിച്ചു കൊന്നു. വേറെ തുണിക്കൊന്നും പോകണ്ട, ബാക്കിലുള്ള ഈ രണ്ടെണ്ണം വലിച്ചാൽ മതി, ഞങ്ങൾ കൊടുക്കും. ഓക്കെ, അതിൽ 274 തവണ ഒരു ദിവസം ഒരു പെൺകുട്ടി വലത്തോട്ടും ഇടത്തോട്ടും തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കും. അതെവിടെയെങ്കിലും ഫിറ്റ് ചെയ്യോ? ആ ഫിറ്റ് ചെയ്യൊന്നുമില്ല. ഒന്നങ്ങട്ടെറി, ഒന്നങ്ങട്ടെറി, കുറച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ എറി. ഇങ്ങനെ പല വ്യത്യാസങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഈ വ്യത്യാസങ്ങൾ കാലം വരുത്തുന്ന വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ നാം കാലത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളാണ്. വൈജ്ഞാനിക രംഗത്ത് വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ പ്രപിതാക്കളായ ആളുകൾക്കില്ലാത്ത അറിവുകൾ നമുക്കുണ്ട്. ഇത് ജനിക്കുന്ന ഒരു കുട്ടിയിൽ പോലും ഇത് കാണാൻ കഴിയും. ഈ കാല വ്യത്യാസങ്ങൾ, ഒരു ആണും ഒരു പെണ്ണും തമ്മിലുള്ള ശരീര സമ്പർക്കത്തിലൂടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അനാട്ടമിക്കൽ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി മാതാപിതാക്കളിൽ നിന്ന് ക്രോമസോം വഴിയോ മറ്റോ ഒക്കെ പകർന്നു കൊടുക്കും. അങ്ങനെ പകർന്നു കൊടുക്കും. നോം ചോംസ്കി അതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പ്രീ ഇൻസ്റ്റാൾഡ് നോളജ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട ഒരു നോളജ് ഒരു കുട്ടിയിലുണ്ടാകും, ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകും. നമ്മളത് ഭയങ്കര അഭിമാനമായിട്ട് അവതരിപ്പിക്കും. 2 വയസ്സായ കുട്ടി അവന് മൊബൈൽ കൊടുത്താൽ എന്താണെന്നറിയാന്നൊക്കെ പറയും. അത് എല്ലാവർക്കും അറിയാം. അതെന്റെ കുട്ടി ആയതുകൊണ്ട് മാത്രമോ നമ്മളെ കുട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഒരു കാലത്ത് ജനിക്കുമ്പോൾ ആ കാലത്ത് ഔട്ട്ഡേറ്റഡ് ആകാതിരിക്കുന്നതിന് വേണ്ടി ജനിക്കുമ്പോൾ തന്നെ പടച്ചു തമ്പുരാൻ പ്രീ ഇൻസ്റ്റാൾഡ് നോളജ് ആ കുട്ടിക്ക് കൊടുക്കും. അതിന്റെ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ അർത്ഥത്തിലുള്ള നേരത്തെ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് അത് കാലം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതയാണ്. മുമ്പ് കാലത്തെ ആളുകൾക്ക് ഫോൺ നമ്പറുകൾ പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. ഇന്ന് നമ്മുടെ ഫോൺ നമ്പർ മാത്രം തെറ്റുകൂടാതെ പറയുകയും മറ്റുള്ളത് പറയാൻ കഴിയാതിരിക്കുകയും ചെയ്യും. നമ്മുടെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മക്കളെ ഫോൺ നമ്പർ പഠിപ്പിക്കാനാണ് നാം മെനക്കെടുന്നത്. അഥവാ അപ്പാന്റെ നമ്പർ ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയുക. എനിഹൗ, എനിക്ക് പറയുന്നത് ഒന്നാമത്തെ വിശുദ്ധ ഖുർആനിലെ ഈ സൂറയിലെ കാലം എന്ന് പറയുന്ന ഒന്നാണ്. ആ കാലം എന്ന് പറയുന്ന ഒന്നിലേക്ക് തന്നെ ചേർത്ത് കാലാനുസൃതമല്ലാത്തത് എന്ത് എന്ന് പരിശോധിക്കണം. ഈ കാലത്ത് ജീവിക്കുന്നതല്ലാത്ത എന്തെങ്കിലും, ഈ കാലത്ത് നാം കാണുന്നതല്ലാത്ത എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ രണ്ടുപേരും പരസ്പരം ഒരുമിച്ചും ചർച്ച ചെയ്തു, ഭാര്യ ഭർത്താക്കന്മാരും ചർച്ച ചെയ്യും. ഈ കാലവുമായി ബന്ധപ്പെടാത്ത എന്തെങ്കിലും നമ്മളിലുണ്ടോ? ഇത് ചർച്ച ചെയ്യും. എന്തോ ഒലക്ക വിഴുങ്ങിയ മാതിരി ഓരോരുത്തർ ഇരിക്കണുണ്ട്. ചർച്ച ചെയ്തോളൂ. ഇതൊന്നും പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധിയുള്ള സംഗതിയൊന്നും അല്ല. എനിക്ക് ഭാര്യയുണ്ട്, 3 കുട്ടികളുണ്ട്. മൂത്ത മകൻ ബിടെക് കഴിയാനായി. അതുകൊണ്ട് ഇത് വലിയ മുപ്പര് കാണോ എന്നത് വിചാരിക്കൊന്നും വേണ്ട. എന്താണ് നമ്മളിൽ ഉള്ളത്? നിങ്ങളുടെ ഡ്രസ്സ് ഒരു 100 മുമ്പത്തതാണോ? ആണോ? അല്ല. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, വാച്ച് പഴയതാണോ? കുറെ കാലം മുമ്പുള്ളതാണോ? കുറെ കാലത്തെ പഴക്കമുള്ളതാണോ? ഇത് മാത്രമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉള്ളത്. ഇതിന് 22 വയസ്സായി ഈ വാച്ചിൽ. പുളിക്കലുള്ള അബ്ദുൾ റഷീദ് സാഹിബ് എനിക്ക് ഖത്തറിൽ വെച്ച് തന്നതാണ്. ഒരു കുഴപ്പമില്ല. എപ്പോഴും റെസ്റ്റാറിന്റെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഈ കാലല്ലേ. നമ്മുടെ വീട് കാലാനുസൃതമായി റിനോവേറ്റ് ചെയ്യും അല്ലെ? പഴയ കാവിയാണോ വീട്ടിലുള്ളത്? അല്ല. പഴയ രൂപത്തിലാണോ വീടുള്ളത്? ആണെങ്കിൽ പെണ്ണുങ്ങൾ അടങ്ങാറാക്കിയത് പൊളിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കോല അതിന് വരുത്തിയിട്ടുണ്ടാവും. അതതിന്റെ സിസ്റ്റമാണ്. പുതിയൊരു വീടുണ്ടാക്കുമ്പോ ഞാൻ വളരെ പഴയ തറവാട്ടിൽ ജനിച്ച ആളാണ്, അതുകൊണ്ട് ആ പഴയ തറവാട് അങ്ങനെയല്ല. ഇപ്പൊ പഴയതായി കാണുന്നത് ചായപ്പീടിയ മാത്രമാണ് അല്ലെ? 4 തടുക്കും, അപ്പുറത്ത് 2 മുളകും കല്ലും, അതേപോലത്തെ 2 കമ്പും ചുള്ളിയൊക്കെ വെച്ചാൽ ഭയങ്കര വൈബാണ്. ആൾക്കാരെ കൂടി തിരക്കാണ് അല്ലെ? ഒരു ടയറിന്റെ മുകളിൽ 4 കുന്തം വെട്ടിയിട്ട് അതിന്റെ മുകളിൽ സീറ്റാക്കിയാല് എന്തോ ഉഷാററിയും. പഴയ കാലത്ത് ഈ താറ് കൊണ്ടുവരുന്ന വീപ്പയുണ്ട്. ആ വീപ്പന്റെ മുകളിൽ ഒരു പലകെട്ട് കണ്ട് അതിന് 2 കടലാസ് പൊട്ടിച്ചാൽ ഭയങ്കര വൈബാണ്. അവിടെ ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഇതിന്റെ മുകളിൽ ഇരിക്കാൻ. അവിടെ അങ്ങനത്തെ ചില പഴയതിലേക്ക് പോകൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും പഴയതല്ല. നമ്മൾ സാധാരണക്കാരുമല്ല. അപ്പൊ കാലം നമ്മളിൽ
എല്ലാ നിലക്കുമുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ മാറുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ മാറുന്നുണ്ടോ എന്നത്. ബാക്കിയൊക്കെ മാറിയാലും നമ്മൾ അവിടെ മാറുന്നതിൽ കുറച്ച് പിറകിലാണ്. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കതൊന്നും അറിയില്ല എന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു മറുപടി കാലവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയും? ഇല്ല. സമ്പത്ത് കിട്ടുന്ന അധ്വാനിക്കുന്ന ജോലിയാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരൻ, 1960 ജനിച്ചൊരു മനുഷ്യൻ, എന്നെ കൊണ്ടാവില്ല ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ആധാർ കാർഡ് നമ്മൾ കൊടുക്കാതിരുന്നോ? ഇല്ല. അവിടേക്ക് നമ്മളെ കാലം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പോകുന്നത്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒന്ന്, നിങ്ങൾ കാലത്തിൽ ഔട്ട്ഡേറ്റഡ് ആകാൻ, അപ് ടു ഡേറ്റ് അല്ലാതെ ഔട്ട്ഡേറ്റഡ് ആകുന്നതിനുള്ള കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് ഒന്ന്, കാലവുമായി ബന്ധപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുകയാണ്. മാറ്റം വരുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന, മാറ്റപ്പെടുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള കാലത്തെ സാക്ഷി നിർത്തിയിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും ഇനി വരാനുള്ള ചില കാര്യങ്ങളെ യഥായോചിതം സ്വീകരിക്കാത്ത ആളുകൾ നഷ്ടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അവർക്ക് നഷ്ടം സംഭവിക്കും. ജീവിതത്തിൽ ഒരു നഷ്ടത്തെയും നമുക്ക് ആഗ്രഹവുമില്ല. ജീവിതത്തിൽ ഒരു നഷ്ടം, നമ്മുടെ ബിസിനസ്, ആ ബിസിനസ് എന്താ അങ്ങനെ നഷ്ടത്തിലായിക്കോട്ടെ, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ആരും പറയില്ല, അല്ലേ? എനിക്ക് ഏതാണ്ട് ആകെയുള്ള 12 അവറാണ് എനിക്ക് പീരീഡ് ഉള്ളത്. 12 പീരീഡാണ് ഒരു ആഴ്ചയിലുള്ളത്. ഓക്കെ, ഈ 12ന്റെ കൂടെ ഒരു 2-3 പൂജ്യക്കാൽ കിട്ടുന്ന സംഖ്യയാണ് മാസത്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ കിട്ടുന്ന പൈസ കുറച്ച് അധികമാണ്, അതുകൊണ്ട് കുറച്ച് അത് തിരിച്ചു കൊടുക്കാന്നുണ്ട് ഗവൺമെന്റിന് കൊടുക്കും. ഒരു പണിയൊക്കെ മതി, കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നഷ്ടം സംഭവിക്കണേ എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുമോ? ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ എനിക്ക് ഇപ്പൊ ധൈര്യമില്ല. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, നാളെ നേരം പുലരുന്ന സമയത്ത് ഞാൻ ദരിദ്രനായി നേരം പുലരുകയും എന്റെ കയ്യിൽ സമ്പത്ത് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ഇന്ന് രാത്രി കിടന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. അഥവാ പടച്ചവനോട് സ്വീകരിച്ചാലോ? കുറച്ച് ധൈര്യം വേണം. എന്റെ പിതാവ് മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ വസിയത്ത് എഴുതി രേഖപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു ഭാഗം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഈ ദുനിയാവിൽ കൂടുതൽ സമ്പാദിക്കാൻ, ഭൗതികമായ കൂടുതൽ പണം ഉണ്ടാക്കാൻ എനിക്ക് സാധ്യമായിട്ടില്ല എന്നും, വലിയ വീടോ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള സമ്പത്തോ എന്റെ കയ്യിൽ ഇല്ല എന്നതും അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ റഹ്മത്തായി ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാന്റെ റഹ്മത്ത് കിട്ടണില്ല. പൈസ കുറയുമ്പോ നമ്മൾ എന്താ പഠിച്ചു എന്നെ മാത്രം ഇങ്ങനെ ഇടങ്ങേറാക്കണമെന്നാണ്. ഞാൻ ദുനിയാവിൽ അങ്ങനെ ഇടങ്ങേറായി ജീവിച്ചു എന്നതാണ് അള്ളാഹ് എനിക്ക് തന്ന ഏറ്റവും വലിയ ബർക്കത്തും റഹ്മത്തും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, നഷ്ടം സംഭവിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കാറില്ല. അങ്ങനെ ജീവിച്ചാൽ ഇസ്ലാം ആകുന്നു എന്നല്ല, നഷ്ടമുണ്ടാകണമേ എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഏതു കാര്യത്തിലും. അങ്ങനെയാണെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു നഷ്ടമുണ്ട്, അത് സംഭവിക്കാൻ പാടില്ല. വിശ്വാസികൾ മാത്രമല്ല, മനുഷ്യർ നഷ്ടത്തിലാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് വിശ്വാസികളെയാണ്. ആ വിശ്വാസികൾ നഷ്ടത്തിലാകാനുള്ള കാരണം, മനുഷ്യർ നഷ്ടത്തിലാകാനുള്ള കാരണം ഏറ്റവും പ്രധാനമായി 2 കാര്യങ്ങൾ അവർ നിർവഹിച്ചില്ല എന്നതാണ്. അതിലൊന്ന് സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, നന്മയുടെ പക്ഷത്ത് നിൽക്കുക, നന്മ അധികരിപ്പിക്കുക, നന്മ വളർത്താൻ ആവശ്യമാകുന്ന കാര്യങ്ങളുമായി സഹകരിക്കുക, പരസ്പരം നന്മയെ പ്രചോദിപ്പിക്കുക, പരസ്പരം നന്മയിൽ സഹകാരികളായി മാറുക, പരസ്പരം നന്മയ്ക്ക് വേണ്ടി സഹായികളായി മാറുക.
ഇങ്ങനെയുള്ള അർത്ഥമാണ് തവാസു എന്ന് പറയുന്നതിൽ ഓരോന്നോരോന്നെടുത്താൽ നമുക്ക് കിട്ടുന്നത്. നന്മയുടെ പക്ഷത്ത് നിൽക്കുക, നന്മയെ വളർത്തുക, നന്മയ്ക്ക് സഹകാരികളാവുക. അപ്പൊ നന്മ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. നന്മയെ വളർത്തുന്ന ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അവിടെയെല്ലാം ഞാനുണ്ട്, ഞങ്ങളുണ്ട്. നന്മയ്ക്കെതിരാകുന്ന ഏതൊന്നുണ്ടോ അവിടെ ഞാൻ ഉണ്ടാകില്ല. കാരണം ഞാൻ നഷ്ടത്തിൽ പോകും. ഈ നഷ്ടം എന്ന് പറയുന്നത് ഭൗതികമായ നഷ്ടത്തെക്കാൾ കൂടുതൽ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തിയ പാരത്രികമായ നഷ്ടമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് അനുഭവ തലത്തിൽ വരിക. പക്ഷെ വിശുദ്ധ ഖുർആൻ പറയുന്ന ആത്യന്തികമായ നഷ്ടം എന്ന് പറയുന്നത് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് തടസ്സം ഉണ്ടാവുക എന്നതാണ്. അങ്ങനെ നന്മയുടെ പക്ഷത്ത് നിൽക്കണം എങ്കിൽ, നന്മയിൽ സഹകാരികളാകണമെങ്കിൽ അത് പെട്ടെന്ന് കഴിയൂല. അത് കുറച്ച് അധ്വാനമുള്ള വിഷയമാണ്. പല കാര്യത്തിലും നമുക്കത് തടസ്സമായി വരും. അല്ലെ, നിങ്ങള് എനിക്കവരോട് പറയാൻ വയ്ക്കായിട്ടൊന്നുമല്ല, ഞാൻ പറഞ്ഞാണ്ടല്ലോ പിന്നെന്താ പറയത്ത് പറയില്ല, അതല്ലേ പറയൂല. ഒരുപക്ഷെ അവനിൽ നിന്നായിരിക്കും ഞാൻ ജീവിക്കുന്നത്. മക്കൾ കൊടുക്കുന്ന പണം കൊണ്ട് പിതാക്കന്മാർ ജീവിക്കും. 50-60 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് മക്കൾ നമ്മുടെ പിതാവായി മാറും. ഒരു പറയണനുസരിച്ച് നമ്മൾ പോകണം. കുറെ കാലം നമ്മൾ പറയണ ഒരു കേൾക്കും, കുറച്ച് കഴിഞ്ഞാൽ അവര് പറയണം നമ്മൾ കേൾക്കണം. ആ ഡോക്ടർക്ക് പോകണം, അവിടേക്കൊന്നും പോകണ്ട, ഞാനിങ്ങനെ പോകാൻ അങ്ങോട്ടൊന്നും പോകണ്ട, ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് പ്രിയങ്കരമാണ് എങ്കിലും ശരി, ഏറ്റവും പ്രിയങ്കരമായത് അതല്ലാത്തതാണ്. നന്മ പറയുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്നത്, നന്മയിൽ നിൽക്കുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പറയും, എന്തൊക്കെയാണ്? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതിലും നന്മ ചെയ്യുന്നതിലും നന്മയിൽ മുന്നേറുന്നതിലും എന്താണ് നമുക്ക് തടസ്സം വരുന്നത്? എന്താണ് തടസ്സം വരുന്നത്? നമ്മുടെ ശരീരം നന്മയ്ക്ക് തടസ്സമാണോ? ആണോ? നന്മ ചെയ്യുന്നതിന് ശരീരം തടസ്സമാണോ? ശരീരം തടസ്സമാണെന്ന് മാത്രമല്ല, ആവുകയില്ലെന്ന് മാത്രമല്ല, നന്മയിലേക്കാണ് ശരീരം പോവുക. അങ്ങനെയാണ് മനുഷ്യന്റെ അനാട്ടമി ഉള്ളത്. നന്മയിലേക്കാണ് കൂടുതൽ പോവുക. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് പറയുമ്പോൾ നുണ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ടെസ്റ്റാണ്. നുണ പറയുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ രാസവ്യത്യാസങ്ങൾ സംഭവിക്കും. FMRI, ഫങ്ഷണൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ് എന്ന് പറയുന്ന FMRI ഉണ്ട്. ആ FMRI എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനോഗതത്തെ പ്രിന്റ് എടുക്കുന്നതാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര അച്ചടക്കമുള്ള ഒരു സദസ്സിൽ വരുന്നത്. നിങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഞാൻ ഈ കാര്യത്തിലൊക്കെ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ വളരെ അച്ചടക്കത്തിൽ ഒതുക്കത്തിൽ ഇരിക്കണമെന്ന് ഭാര്യ എവിടുന്നോ പറഞ്ഞിട്ടുണ്ടാവും. അത് തെറ്റിക്കണ്ടെന്ന് കരുതി ഭർത്താവ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഭർത്താവ് ഞാൻ അതിലൊക്കെ ഭയങ്കര കൃത്യതയുള്ള ആളാന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാതിരിക്കും. ഓക്കെ, എന്താണ് യഥാർത്ഥത്തിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നതിന് നമുക്ക് തടസ്സം നിൽക്കുന്നത്? എന്താണ്? പറഞ്ഞോളി പറഞ്ഞിട്ടേ ചെമ്പ് പൊട്ടിക്കോളൂ. എന്താണ് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നതിൽ നമ്മൾ ഒഴിവാക്കുക? പൊതുവിൽ തടസ്സം നിൽക്കുന്നത് എന്താണ്? നമ്മള് നല്ല കുട്ടികളാണോ? സ്വർഗത്തേക്ക് പുറത്തുനിന്ന് നമ്മള് പോയില്ലെങ്കിൽ പിന്നെ ആരാ പോവുക? മനസ്സാണൊന്ന്. പിന്നെ മനസ്സങ്ങനെ ആകുന്നതിന് ചില കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നുകൂടി കാറ്റഗറൈസ് ചെയ്യാം. മാൻ, മെറ്റീരിയൽ, ഒക്കേഷൻസ്. നന്മയ്ക്ക് തടസ്സമാകുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്? നമ്മൾക്ക് നന്മയ്ക്ക് തടസ്സമാകുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്? ടെക്നോളജിയിൽ ഏതൊക്കെയാണ് മെറ്റീരിയലുകൾ? ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ. പിന്നെ
പിന്നെ അത് മാത്രമേ ഉള്ളൂ. മെറ്റീരിയലുകൾ, മൊബൈൽ ഫോൺ, പിന്നെ എന്തിനാ അങ്ങോട്ട് കൊടുത്തത് എനിക്കറിയില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്നുകൂടി പള്ളിയിലേറ്റി റെഡി ആവണം, നല്ല കാര്യത്തിലൊക്കെ കൂടുതൽ സഹകരിക്കണം എന്നാണ്. ഇത്ര നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങേറെ ഇങ്ങോട്ട് ഇറങ്ങാൻ ആവശ്യമുണ്ടായില്ല. പിന്നെ എന്താണ് മാൻ മീൻസ് പൊസിഷൻ ഉള്ള ആളുകൾ, എളപ്പ മുത്തമ്മ എന്നൊക്കെ പറയുന്ന കുറെ ബഹുമാനപ്പെട്ട ഇരുവക്ര കോമയിൽ പറഞ്ഞാൽ കുറെ ബഹുമാനപ്പെട്ട ആളുകൾ ഉണ്ടാവും. എന്താണ് നമുക്ക് തടസ്സമാകുന്നത്? എന്താണ് നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ തടസ്സമാകുന്നത് എന്താണ്? ഞാൻ കുറച്ചുകൂടി ഇറങ്ങി ചോദിക്കാം. ഇന്ന് രാവിലെ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് തൊട്ടിപ്പുറത്തുള്ള ഭാര്യ എന്ന് മറുപടി പറഞ്ഞു. എന്റെ ഭർത്താവ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്നിക്കും. പോണ വഴിക്ക് പോയില്ലെങ്കിൽ വേറെ വഴിക്ക് തുളിച്ചു നോക്കാം, നമ്മള് പോവാൻ നോക്കാം. യെസ്, പള്ളിയിൽ പോയ ഭർത്താക്കന്മാരുള്ളവര് ഉണ്ടെങ്കിൽ ഭാര്യ എന്ന് കയ്യൊന്നിച്ച 1 2 3 4 5. യെസ്, നിങ്ങൾ ഡിവോഴ്സ് ആകണേ എന്ന് പറയാൻ പാടില്ലേ? നീ അവിടെ പോയി കച്ചറ ഉണ്ടാക്കണേന്ന് പിന്നെ പറയുന്നത് ചാടണ്ട. യെസ്, എന്താണ് തടസ്സം? നീ പറയും. എന്തായിരുന്നു എന്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നതിന് തടസ്സം? നിങ്ങളായിരുന്നോ? ആയിരുന്നോ? ഭാര്യമാരായിരുന്നോ? ആരാണ് തടസ്സാര? ഭാര്യമാരായിരുന്നോ? ഭാര്യമാരാണ് ഞങ്ങൾക്ക് തടസ്സം നിന്നത് എന്ന അഭിപ്രായമുള്ള ഭർത്താക്കന്മാരെ നിയന്ത്രിച്ച് ഇല്ല, അങ്ങനെ ആരും തടസ്സം നിന്നിട്ടില്ല. ഓക്കെ, അവൾ എഴുന്നേൽക്കണം എന്നില്ല, ഞാൻ എഴുന്നേൽക്കാൻ. അവൾ എഴുന്നേൽക്കണം എന്നില്ലല്ലോ ഞാൻ എഴുന്നേൽക്കാൻ. കാരണം അവൾ അവളുടെ ഖബറിലേക്കും ഞാൻ എന്റെ ഖബറിലേക്കാണ് പോകുന്നത്. ഒരേ സമയത്ത് ഒരേ ഗർഭപാത്രത്തിൽ ഒരേപോലെ ജനിച്ച് ഒരേപോലെ മരണപ്പെട്ട രണ്ടാളുകൾ പോലും ഖബറിലേക്ക് 2 പ്രാവശ്യം പോവാം. 2 സമയത്താ പോവുക. 2 ചോദ്യമാണ്, 2 അന്വേഷണമാണ്, 2 വിചാരണയാണ്. എല്ലാം രണ്ടാണ്. എന്റെ ജീവിതത്തിൽ ഒരിക്കലും അറിയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ പിരിഞ്ഞേ പറ്റൂ. ഖബറിൽ ഒരു രക്ഷയില്ല, ഒരു രക്ഷയും ആ വിഷയത്തിലില്ല. 2 പേരും 2ആയി തന്നെ നിൽക്കും. വിചാരണയും അങ്ങനെയാണ്. ഈ അടുത്തത് നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എന്റെ പെണ്ണുങ്ങളും കൂടി കൂടെ ഉണ്ട്, നിങ്ങളൊന്ന് എന്നാ വരാൻ പറയും എന്ന് പറയുന്ന ഏർപ്പാട് എവിടെ ഇല്ല, പരലോകത്തില്ല. ഇല്ല, ആകെയുള്ളത് വിചാരണ കഴിഞ്ഞാൽ ഒരുമിച്ച് പോകുന്നതും അവരും അവരുടെ ഭാര്യമാരും സ്വർഗത്തിലേക്ക് ഒരുമിച്ച് പോകും എന്നതാണ്. നരകത്തെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയില്ല. സ്വർഗത്തിലേക്ക് ഒരുമിച്ചാണ് പോവുക. ശരി, അപ്പൊ നമുക്ക് തടസ്സം എന്താണ് ഇനി പറയൂ. അത് കുറച്ചുകൂടി ഇറങ്ങി ചോദിക്കാൻ തീരുമാനിച്ച്. സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സം എന്താണ്? മടിയാണ്. പിന്നെന്താ? അപ്പൊ നന്മയിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് പറഞ്ഞോളൂ. മടിയാണ് എന്ന് പറഞ്ഞാൽ ഞാനതിന് തയ്യാറാകുന്നില്ല. എന്നെ തയ്യാറാക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്റെ മനസ്സാണ്, പക്ഷെ ഞാനതിന് തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെക്കാൾ തയ്യാറാകാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതാണ് അതിന്റെ അപകടം. ഇതിലൊക്കെ മൊബൈൽ എടുക്ക്, ഏതെങ്കിലും ഒരാൾ എടുത്താൽ മതി. മൊബൈൽ എടുക്ക്, കാൽക്കുലേറ്റർ. ഓരോരുത്തർ സ്വന്തമായി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇംപ്രസീവ് ആയിരിക്കും. ഓക്കെ, ശരി. നമ്മൾ ഒരാളെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ഒരു ശിക്ഷ ചെവിക്കുന്ന നുള്ളലാണ് എന്ന് വിചാരിക്കാം. ആ നുള്ളിയായുള്ള വേദനയുടെ ഡ്യൂറേഷൻ എത്ര ഉണ്ടാവും? വിത്തിൻ 1 or 2, നുള്ളിനനുസരിച്ചിരിക്കും അല്ലെ, വിത്തിൻ 1 or 2 minutes. ശരി, നമുക്ക് കഴിയാവുന്ന ഒരു കാര്യം ഞാനടക്കം ചെയ്തില്ല എന്ന് വിചാരിക്കാം.
അത് എല്ലാ സൗകര്യവും പടച്ചവൻ എനിക്ക് തന്നിട്ടുണ്ട്. പടച്ചവൻ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ? ഡോക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. എപ്പോഴാണ് രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്ക് ആളിറങ്ങാം ശരീരത്തിനകത്ത്? എപ്പോഴറിഞ്ഞാം? ശരി, രാത്രി എപ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ അസുഖം ഉണ്ടാകുക? എപ്പോഴാണ് അസുഖത്തിന്റെ ഭാഗം പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന സമയത്താണ്? 11, 12, 1 മണി ടൈമിലാണ്. എന്നാൽ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങണ ആ ഒരു ടൈമാണത്. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു നോക്കാം. ആ ടൈമിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു പുറത്ത് പ്രശ്നമൊന്നുമില്ല. രാത്രി ഒന്ന് ഉറങ്ങി നീച്ചൽ 10, 12 മണിയാകുമ്പോ കാണും ചുമ, അത് ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ അറിയില്ല. ആ നേരത്ത് ഇവിടെ മനുഷ്യന്റെ ശരീരം സുസജ്ജമാകുന്നത്, മനുഷ്യന്റെ ശരീരം എല്ലാ അർത്ഥത്തിലും സുസജ്ജമാകുന്നത് ഏതാണ്ട് 3-4 മണിന്റെ ഉള്ളിൽ. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും, നമ്മൾ തന്നെ നിയന്ത്രിച്ചാൽ. ആ ടൈം ആകുമ്പോഴേക്ക് ശരീരം റെഡിയാണ്, മനസ്സ് റെഡിയാണ്, കിഡ്നി റെഡിയാണ്, ലിവർ റെഡിയാണ്, ഹാർട്ട് റെഡിയാണ്, ശരീരത്തിന്റെ സിസ്റ്റംസ്, ദഹന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പഞ്ചേന്ദ്രിയ വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയും റെഡിയാണ്. കൊടുത്താൽ മതി, വർക്കൗട്ട് ചെയ്യും. റെഡിയായി നിൽക്കുകയാണ്. ആ റെഡിയായി നിൽക്കുന്നത് പുതിയ ജനറേഷന് റെഡിയാക്കുന്നത് 10 മണിക്കാണ് അല്ലെ? 10 മണിക്കാവുമ്പോ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മിട്ട് ഇങ്ങനെ വരും. ഒരു 11 മണിയാകുമ്പോഴാണ് ആലോചിക്കുന്നത് ഇത് രാത്രി ഇപ്പൊ ഡിന്നറിനെ കെട്ടാ പോലെ. 11 മണിയാകുമ്പോ വല്ലുപ്പി മൂത്താപ്പൊക്കെ കടന്നിറങ്ങി ഒന്ന് മൂത്രമൊഴിക്കാൻ നിൽക്കുന്ന നേരമായി ഉണ്ടാവും. ഇവർ ആലോചിക്കുന്നേ ഉള്ളൂ പുതിയ ജനറേഷൻ. എന്നിട്ട് വാട്സപ്പ് കൊടുത്തതിനു ശേഷം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയി ഉണ്ടാക്കി. അതിനനുസരിച്ച് പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ട് അതൊന്ന് നല്ല കടന്നുറങ്ങും. പിന്നെ 10 മണിക്കേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയധികം റെഡിയാകുന്ന ശരീരം അനാറ്റോമിക്കലി കൃത്യമാണ്, ഫിസിയോളജി കൃത്യമായി അവിടെ നമുക്ക് അനുകൂലമാണ്. ആ അനുകൂലമാകുന്നത് എല്ലാ നിരക്കും അനുകൂലമാക്കിയ പടച്ച തമ്പുരാൻ പറയുന്നു നീ ഇന്നതിന് ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ പടച്ചൻ ചെവിക്ക് പിടിക്കും എന്ന് വിചാരിക്കാം. 2 മിനിറ്റ്, ഒരു ദിവസത്തെ ശിക്ഷ. ഓക്കെ, 10 വർഷം കഠിന തടവ് എന്നൊക്കെ പറയണമെന്നല്ലോ. എന്ന പോലെ ഒരു ദിവസമേ ശിക്ഷയുള്ളൂ. എന്തിന്? നമസ്കരിക്കാത്തവർക്ക് എന്നാണെങ്കിൽ, നന്മയുടെ പക്ഷത്ത് നിൽക്കാത്തവർക്ക് എന്നാണെങ്കിൽ, ആ ശിക്ഷ എവിടെ നിന്നാണ് കിട്ടുക? എവിടുന്ന കിട്ടുക? ശിക്ഷ എവിടുന്ന കിട്ടാല്ലേ? പരലോകത്താണ്. അപ്പൊ പരലോകത്തിലെ ഒരു ദിവസമാകണം. ശരി, പരലോകത്തിലെ ഒരു ദിവസം എത്രയാണ്? 50,000 വർഷം. ശരി, 50,000 ഇൻറ്റു ഗുണിക്കും, കാൽക്കുലേറ്റർ എടുത്ത് ഗുണിക്കും. 50,000 ഇൻറ്റു ദിവസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 50,000 ഇൻറ്റു 365 60 നമ്മൾ മനസ്സിലാകാം, 60 ആക്കുക. 50,000 ഇൻറ്റു 360 എത്രയാ? 1,85,00,000 80 ലക്ഷമാണോ? അതെ, 360 ആണെങ്കിൽ ഓക്കെ. 1,80,00,000. എന്ത് ഡേയ്സ്? 1,80,00,000 ദിവസം കഴിയുമ്പോഴാണ് പരലോകത്തിലെ ഒരു ദിവസമാവുള്ളൂ. ശരി, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എത്രയാണ്? 1,80,00,000. ഓക്കെ, ആവറേജ് ഒരു മനുഷ്യന്റെ ആയുസ് 70 എന്ന് നമ്മൾ കണക്കാക്കാം, മാക്സിമം. ഓക്കെ, 70 ഇൻറ്റു 360 എടുത്തോ. 70 ഇൻറ്റു 360 25,200. 200 വിടാം. ഓക്കെ, അടുത്ത കണക്ക് 1,80,00,000 ഹരിക്കണം ഡിവൈഡഡ് ബൈ 25,000. ആൻസർ പ്ലീസ്. 720 എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ
720 പ്രാവശ്യം ജനിച്ചു മരിക്കുന്ന അത്ര കാലം കഴിയണം പരലോകത്തിൽ ഒരു ദിവസം കഴിയാൻ, അല്ലെ? യെസ്. സുബൈക്കാകെ എത്രയുള്ള മിനിറ്റ്, പോയി പോരാൻ എത്ര വേണം? പണ്ടൊരാള് പറഞ്ഞില്ലേ, എന്തെങ്കിലും സുബൈക്ക് പള്ളിക്കരായി എന്ത് ചെയ്യാനാ, ഞാൻ ഇന്നോവ എടുക്കാൻ നോക്കാൻ പണ്ട് മരുവന്റെ BMW അപ്പുറത്ത് കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കണം. എന്നാ പിന്നെ അപ്പുറത്ത് കൂടെ പോകാൻ കരുതുന്നുണ്ട്. 2 മക്കൾ ഓല വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിരിക്കണം. 4 കാറ് പെരയിലുണ്ടായിട്ട് പോരാൻ പറ്റിയില്ല. അനുഗ്രഹത്തിന്റെ ഊക്കാണ്. ഏതാണ്ട് 750 ജന്മം ജനിച്ചു മരിച്ചു പോയാലാണ് പരലോകത്തിലെ ഒരു ദിവസം കഴിയുന്നത്. ഓൾക്ക് 10 കൊല്ലം കഠിന തടവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളപ്പോ, അല്ലേ? യെസ്. 10 കൊല്ലം കഠിന തടവ് അവിടുന്ന് കിട്ടിയ അത്ര കൂട്ടണം നമ്മള്. അപ്പൊ പരലോകത്തിൽ എത്ര ദുനിയാവുണ്ട്? പരലോകത്തിൽ ഒരു ദിവസം കഴിയണമെങ്കിൽ 1,80,00,000 ദിവസം കഴിയണം. കണക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ നമുക്ക്. ഇല്ല. രാവിലെ അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭാര്യ നീച്ചിട്ട്, ഏയ് കാക്ക 1,80,00,000 നീച്ച് ഓടണ ഓട്ടു. അത് ഉള്ളിലേക്ക് കയറിയാൽ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ നഷ്ടത്തിൽപ്പെടുകയില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം. ഞാൻ പറയുന്നത് 1,80,00,000 എന്ന് പറയുന്നിടത്ത് മാത്രം നിൽക്കില്ല. ഒരു ഡ്യൂറേഷൻ പൂർത്തിയാകണമെങ്കിൽ 3000 വർഷം കഴിയണം എന്നതാണ് കണക്ക്. ഇമാം ബൈഹഖി ധരിക്കുന്ന ഹദീസിൽ ആ ഭാഗം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ നരകാഗ്നി ജ്വലിക്കും, ചുവപ്പ് നിറമാകും, വീണ്ടും ജ്വലിക്കും, വെള്ള നിറമാകും, വീണ്ടും ജ്വലിക്കും, കറുത്ത നിറമാകും, ഇരുൾ മുറ്റിയ കറുപ്പായി അത് മാറും. ഓരോ ഘട്ടത്തിനും 1000 വർഷം കഴിയണം. അഥവാ 3000 വർഷം കഴിയുമ്പോഴാണ് ഒരു ഡ്യൂറേഷൻ പൂർത്തിയാകുന്നത്. ഈ പിടുത്തത്തിന് 2 മിനിറ്റ് ആണെങ്കിൽ വളരെ ലളിതമായ ചെറിയ ഒരു ശിക്ഷയാണെങ്കിൽ, പരലോകത്തിൽ ഒരു ചെറിയ ശിക്ഷ കഴിയണം എങ്കിൽ 3000 വർഷം കഴിയണം. 3000 വർഷം എന്ന് പറഞ്ഞാൽ 1,80,00,000 ഇൻറ്റു ബാക്കി കൂട്ടണം. 3000 അതിലേക്ക് കണക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ 3000 ഇൻറ്റു 365 കിട്ടുന്ന ഉത്തരം അതിലേക്ക് ആഡ് ചെയ്തിടണം. വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആരാണ് എനിക്ക് ഹക്കിന്റെ പക്ഷത്ത് നിൽക്കാൻ തടസ്സമാകുന്നത്? ആരാ തടസ്സം? നമ്മളാണ് തടസ്സം. എന്താണ് തടസ്സം? പണ്ടുള്ളവർക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. ആ കാരണമൊന്നും ഇന്ന് കാരണമേ അല്ല. സമ്പത്ത് കാരണമല്ല, ജീവിത പ്രശ്നങ്ങൾ കാരണമല്ല, രോഗാതുരമായ അവസ്ഥ കാരണമല്ല. പ്രവാചകൻ യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാകുന്ന ഘട്ടത്തിൽ 2 ചെറുപ്പക്കാർ പ്രവാചകന്റെ അടുക്കൽ വന്നു. പ്രവാചകനോട് പറഞ്ഞു, എന്നെയും ഞങ്ങളെയും കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, യുദ്ധത്തിനാണോ? അതെ, യുദ്ധത്തിനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിനാണെന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? ജീവൻ പണയപ്പെടുത്താനാണ് ഈ പോണത്, അല്ലെ? രക്തസാക്ഷിത്വമാണ് അവിടുന്ന് കിട്ടാവുന്ന ഒന്ന്. അതിന് തയ്യാറായിട്ട് വന്നപ്പോഴാണ് ഈ സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടികളെ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഒരാളുണ്ട് ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? ഒന്നുമില്ല, കുറച്ചൊക്കെ ഹൈറ്റ് ഉള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോ അയാള് വിരലയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് അയാൾ കൊണ്ടുപോകാൻ. ഈ 2 ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.
ഒന്ന്, എന്റെ കയ്യിൽ വാഹനമില്ല. നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകണമെങ്കിൽ വാഹനം വേണമല്ലോ തുഹൂത്തിലെത്താൻ. വാഹനമില്ല. ഞങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് തന്നെയും കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഭക്ഷണമില്ല. പിന്നെ എങ്ങനെ രണ്ടാളെയും കൂടി അതിലേക്ക് കൂട്ടുക? അതുകൊണ്ട് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടും വാഹനം ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾ മടങ്ങി പോകണം എന്ന് നബി പറഞ്ഞപ്പോ അവര് കണ്ണിൽ നിന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് തിരിച്ചു പോകുന്നത് നിനക്ക് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ രണ്ട് ആളുകളെ വിഷയത്തിൽ എനിക്ക് ഒരു തരത്തിലും എതിർപ്പില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, എന്റെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്നതിന് ഞാനല്ലാതെ തടസ്സമില്ല. മറ്റെവിടെയും തടസ്സമുണ്ടായിരുന്നു, പലർക്കും പല തടസ്സമുണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. നമുക്കങ്ങനെയല്ല. നന്മയുടെ പക്ഷത്ത് നിൽക്കുക. അങ്ങനെ നന്മയുടെ പക്ഷത്ത് നിൽക്കണം എങ്കിൽ അടുത്ത ഭാഗം വിശുദ്ധ പറഞ്ഞു, പെട്ടെന്ന് കഴിയൂല. ക്ഷമ പരസ്പരം ഉപദേശിക്കേണ്ടി വരും. ക്ഷമ പരസ്പരം ഉപദേശിക്കേണ്ടി വരും, അല്ലെ? യെസ്, ജീൻസ് മാത്രമേ ഞാൻ ധരിക്കൂ എന്ന് പറയുന്ന മകളോട് പറ്റൂല എന്ന് പറയണമെങ്കിൽ നട്ടല് മാത്രം പോരാ, ക്ഷമിക്കാനുള്ള കഴിവും കൂടി വേണം. കേരളീയ പശ്ചാത്തലത്തിൽ അത് ഇസ്ലാമികപരമായി അംഗീകരിക്കുന്ന വേഷമല്ല എന്നവളെ പറഞ്ഞു പഠിപ്പിക്കണം എങ്കിൽ ക്ഷമ വേണം. ഞാൻ വരില്ല എന്ന് പറയണമെങ്കിൽ ക്ഷമ വേണം. ഞാൻ വരാം എന്ന് പറയണമെങ്കിൽ ക്ഷമ വേണം. എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയണമെങ്കിൽ ക്ഷമ വേണം. ഉദാഹരണം എന്ന് പറയുന്നില്ല, സമയത്തിന്റെ പരിമിതിയുണ്ട്. അവിടെയൊക്കെ നമുക്ക് പരിമിതികൾ, അതിനപ്പുറത്തേക്ക് പോകണം. എനിക്ക് ഏറ്റവും പ്രിയങ്കരമായതിനെയാണ്, അതിനേറെ പ്രിയങ്കരമായ പടച്ചവന് വേണ്ടി ഞാൻ പരിഗണിക്കേണ്ടി വരാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ വിശദമായി ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കൾ. രണ്ട്, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ, വ അംവാലുക്കും, നിങ്ങളുടെ സമ്പത്ത്, വ അശ്റത്തുക്കും, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കുന്നതിന് തടസ്സമാണ്. വീട് തടസ്സമാണെന്ന് പറഞ്ഞാൽ വീട്ടിലാണ് സുഖം, അല്ലെ? അള്ളാന്റെ വീടിനേക്കാൾ നമുക്ക് സുഖം എവിടെയാണ്? നമ്മളെ വീടാണ്. അതുകൊണ്ടാണല്ലോ അള്ളാന്റെ വീട്ടിലേക്ക് പോകാത്തെ. ഞാനും നിങ്ങൾ പോകാത്തത് അതുകൊണ്ടാണല്ലോ. ഇതിനേക്കാളധികം എനിക്ക് നിങ്ങൾക്ക് പ്രിയങ്കരമായത്, ഇബ്രാഹിം നബിക്ക് ഏറ്റവും പ്രിയങ്കരമായത് വർഷത്തിന്റെ ജീവിതാന്ത്യത്തിൽ ഉണ്ടായ മക്കളാണ്. അത്രമേൽ പിരിശമാണ്, പ്രിയമാണ്. ആ പ്രിയമായതിനേക്കാൾ വലിയ പ്രിയം പടച്ചവനോടാണ്. ഉപ്പ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായത് പടച്ചവനാണ്. എന്റെ പിതൃവ്യൻ എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് പടച്ചവനാണ്. മക്ക വിജയത്തിന്റെ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വിശ്വാസിയാകുന്നത്. ഷഹാദത്ത് ചൊല്ലി വിശ്വാസിയാകുന്ന സമയത്ത് പ്രിയപ്പെട്ട ഉപ്പ ആദ്യം വിശ്വസിച്ച മനുഷ്യനാണ്. ഉപ്പയുടെ അടുക്കൽ ചെന്നിട്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉപ്പ, നിങ്ങൾക്ക് സന്തോഷമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിലേക്ക് തന്റെ മകനെ ചേർത്ത് പിടിച്ചു. ആ ഗദ്ഗതത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് മകൻ പറഞ്ഞു, എന്റെ ഈ വാളിന്റെ മുമ്പിൽ ഉപ്പ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് അറിയൂ. കാരണം മക്ക വിജയം വരെയുള്ള യുദ്ധങ്ങളിലൊക്കെയും വീരശൂര പരാക്രമിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ശത്രുപക്ഷത്ത് നിന്നാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്തത്. പക്ഷേ ഒന്ന് രണ്ട് യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ഞാൻ വാള് ഇതിനെ പൊക്കിയപ്പോ ഉപ്പയാണ് കണ്ടത്. ഞാൻ വാള് കയ്യിൽ നിന്ന് താഴെ വെച്ചു. എന്റെ വാളിന്റെ തലക്കൽ ഉപ്പയുടെ ശിരസ് വരരുത് എന്നതുകൊണ്ട്, നിങ്ങൾ അംഗീകരിച്ചത് കൊണ്ടല്ല, നിങ്ങളുടെ വിശ്വാസം എനിക്ക് ശരിയായി തോന്നിയത് കൊണ്ടല്ല,
പക്ഷെ ഞാൻ ആകരുത് എന്ന് കരുതിയിട്ടാണ്. ഇഷ്ടമാണത്. രണ്ടുപേരും കൂട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവനെ അല്പം ഒന്ന് അങ്ങോട്ട് അകറ്റി നിർത്തിയിട്ട് അങ്ങോട്ട് മാറിക്കട എന്ന് പറഞ്ഞതല്ല, ഒന്ന് നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിറകോട്ട് മാറിയിട്ട് മകനോട് പറഞ്ഞു, ഈ അനുഭവം എനിക്കായിരുന്നുവെങ്കിൽ ഈ വാളിന്റെ തലക്കൽ നിന്റെ തല കാണുമായിരുന്നു. നിനക്കല്ലേ ബേജാറുള്ളൂ, എനിക്കതിൽ ബേജാറില്ല. കാരണം എനിക്ക് പ്രിയപ്പെട്ടത് നീയല്ല, അല്ലാഹുവാണ്. എനിക്ക് പ്രിയങ്കരമായത് ഉറക്കല്ല, ഉറച്ചയാണ്. എനിക്ക് പ്രിയങ്കരമായത് ഉറക്കാകുമ്പോ പടച്ചവനേക്കാൾ കൂടുതൽ നമ്മൾ ഉറക്കിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. ഒറ്റ മിനിറ്റ് പടച്ചവൻ ഒന്ന് മറിച്ച് ചിന്തിച്ചാൽ എന്റെയും നിങ്ങളുടെയും ജീവിതം അതുവഴി താഴ്ന്നിരും. അതിനെത്ര വലിയ മുകളിലേക്ക് എടുത്ത് ശ്വാസം തിരിച്ച് താഴോട്ട് പോകാതിരുന്നാൽ മതി. കഴിഞ്ഞാൽ എല്ലാവരും തുല്യമാണ്. പിന്നെ ജാബിറില്ല, പിന്നെ മയ്യത്താണ്. അതുവരെ ജാബിറായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ മയ്യത്താണ്. ഇക്കാക്കയില്ല, മോളില്ല, മോനില്ല, പ്രിയപ്പെട്ടവളില്ല, ഇണയില്ല, തുണയില്ല, എല്ലാം മയ്യത്താണ്. ഞാൻ പറഞ്ഞത് ഇത്രയാണ്. നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതിന് എനിക്ക് തടസ്സമാകുന്നത് എന്തോ അത് കാറ്റഗറൈസ് ചെയ്യണം. ഇന്നോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമോ നമ്മൾ പോയിട്ട് പരസ്പരം ഒന്ന് ചോദിക്കാം, എനിക്ക് നിനക്ക് ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതിന് തടസ്സം എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ രണ്ടാളുമല്ല. 11 മണിക്ക് കല്യാണത്തിന് പോകണം മറ്റന്നാൾ എന്ന് തീരുമാനിച്ച് ഒരു 11:05 ആകുന്ന സമയത്ത് ഹോണടിക്കാൻ തുടങ്ങും. ഇറങ്ങാനായില്ലേ? ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചോളി. അടുത്ത വരണ എന്ന് പറയും. വീണ്ടും ഇറങ്ങിയിട്ടില്ല, ഞാൻ ഇപ്പൊ പോകും, പിന്നെ ഓട്ടോ ചോദിച്ചു വരുന്നത് എന്നോട് പറയരുത്. എന്തൊരു ഉത്സാഹമാണ് പോകാൻ. നിങ്ങൾ എഴുന്നേൽക്കണില്ലേ? പിശാച് വരും. ഇന്നലെ എപ്പോഴ കടന്ന് 1 മണിക്ക് ഇന്നേരത്ത് എഴുന്നേറ്റ് പോയാൽ എനിക്ക് തലവേദന ഉണ്ടാവില്ലേ? 1 മണി മുതൽ 5 മണി വരെ ഉറങ്ങിയിട്ട് ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് എന്താ മനസ്സിലാക്കി? അയാളുടെ ശരീരത്തിലൂടെ കടപ്പടക്കില്ലേ? അത് നീച്ച് കൊണ്ടല്ല എന്ന് പറയാൻ നമ്മുടെ ചെവിയിൽ ആരുണ്ട്? ഇബിലീസ് ഉണ്ട്. എന്നെ പോലെ എത്ര മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ കട്ടപ്പുറത്ത് കടന്നുറങ്ങുന്നത്? ഈ മാത്രം ഒരു മുത്തക്കിയായി ഇങ്ങനെ പലതും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജസ്റ്റിഫിക്കേഷൻ നമുക്ക് കിട്ടും. പക്ഷേ അവിടെയൊന്നും എനിക്ക് സഹായമില്ല. ഞാനിത് പറയുന്നത് ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകാനല്ല. നന്മയിൽ നിൽക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തടസ്സം എന്ത് എന്ന് തിരിച്ചറിയണം. ആ നന്മയിൽ ഏറ്റവും പ്രധാനമായി നിൽക്കേണ്ട ഒന്ന് പള്ളി എന്റെ ജീവിതത്തിന്റെ അവലംബ സ്ഥാനമാകണം. ബനൂ ഇസ്രായേൽ സമൂഹത്തെ നശിപ്പിക്കാനുള്ള കാരണം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് അവരവരുടെ വീടിനെ കിബിലയാക്കി സ്വീകരിക്കണം. പള്ളി എന്റെ കിബിലയാകണം. പള്ളിക്കൊരു പ്രശ്നമുണ്ടോ? അത് പരിഹരിക്കാൻ ഞാൻ ഉണ്ടാകണം. പള്ളിയിൽ നിന്നൊരു വിളിയുണ്ടോ? പരിഹരിക്കാൻ ഞാൻ ഉണ്ടാവണം. എന്റെ ഭാര്യ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സക്കാത്ത് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അതില് രസകരമായ ഒരു അസൈൻമെന്റ് ഉണ്ട്. നിങ്ങളുടെ ഉപ്പാനോട് മാസത്തിൽ വരുമാനം ചോദിക്കണം. അപ്പൊ ഈ സാധുവായ നിഷ്കളങ്കയായ കുട്ടി ഡോക്ടറായ വാപ്പാന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഒരു മാസം കിട്ടുക? അപ്പൊ വാപ്പ എന്തോ ഒരു കണക്കും പറഞ്ഞു. യെസ്, അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. കുട്ടി ചോദിച്ചു, ഇതിന്റെ 2.5 എത്രയാണ്? ഓരോന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനും കഴിയും. ശരി. കുട്ടി തിരിച്ച ചോദ്യം, എല്ലാ കൊല്ലം ഉപ്പ അല്ലെങ്കിൽ വാപ്പച്ചി നിങ്ങൾ ഈ പൈസ പള്ളിക്ക് കൊടുക്കലുണ്ടോ? ആരെ പള്ളിയോടൊക്കെ ചോദിക്കാൻ പറഞ്ഞു? പള്ളി കമ്മിറ്റിന്റെ ആള്. യെസ്, അങ്ങനെയൊക്കെ ആ സമയത്ത് പറഞ്ഞാലും ഉള്ളിലൊരു കോറൽ ഉണ്ടാവും, അല്ലേ? ഉള്ളിലൊരു കോറൽ ഉണ്ടാവും. അന്ന് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന സമ്പത്തിൽ നിന്ന് അന്യന്റെ കഫം കീശയിലിട്ട് നടക്കുന്നു. അന്യൻ ഛർദ്ദിച്ചത് അവനവന്റെ കീശയിലിട്ട്
നല്ല സുഗന്ധം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുടെ പേര് സക്കാത്ത് കൊടുക്കാത്തവൻ എന്നാണ്. എനിക്ക് കിട്ടുന്നതിന്റെ 2.5 ഞാൻ കൊടുത്തേ പറ്റൂ. ഒരു രക്ഷയും ആ വിഷയത്തിലില്ല. ഇസ്ലാമിന്റെ സിസ്റ്റം അതാണ്. അപ്പോ ഭാര്യമാർക്കൊക്കെ വളരെ സന്തോഷമായി അല്ലെ? അവനവന്റെ കയ്യിൽ 10 പവനിലധികം സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളും പെടും. അത് നിങ്ങളുടേതാണ്. ഭർത്താവിന് അതിൽ അവകാശമില്ല. ഉപ്പ സ്വമേധയാ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കും ആ വിഷയത്തിൽ അവകാശമില്ല. പരലോകത്ത് അത് മാത്രമേ ഉള്ളൂ, എന്റേതാണ്. പത്രയിൽ നിന്ന് കൊടുത്തേ പറ്റൂ. ഇവിടെ ഇത് നൽകുക വഴി എനിക്ക് കിട്ടാനുള്ളത് എന്ത് എന്നതാണ് രണ്ടാമത്തത്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നാളെ പരലോകത്ത് 1,80,00,000 ദിവസ ദൈർഘ്യമുള്ള പരലോകത്ത് ഒരു ചാൺമുകളിൽ സൂര്യൻ നിൽക്കുന്ന ഘട്ടത്തിൽ എനിക്ക് തണല് കിട്ടണം. ആ തണല് കിട്ടുന്നതിന് കാരണം 2-3 കാര്യങ്ങൾ പറയുന്നത് ഒക്കെ ഒന്നാണ്. എന്താണ് അതിൽ പ്രധാനപ്പെട്ടത്? ഒന്ന്, യുവാവ് പള്ളിയുമായി അവന്റെ ബന്ധമുണ്ടാവുക എന്നതാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായി? ഒരു ഉത്തരമുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുണ്ട്. മഅറൂഫ് എന്ന അറബിയിൽ ചോദിക്കും. വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യല്? ക്രോണോളജിക്കൽ ഏജ്, ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള കാലയളവാണ്. ഇസ്ലാമിൽ അതിന് വയസ്സെന്ന് പറയില്ല. അത് പോത്തിനും പന്നിക്കും പട്ടിക്കും പഴുതാരക്കും പാമ്പിനും ഒക്കെ അങ്ങനെയാണ്. മനുഷ്യന്റെ വയസ്സ് അങ്ങനെയല്ല കൂട്ടേണ്ടത്. കർമ്മം ചെയ്ത കാലമാണ് അവന്റെ വയസ്സ്. മഅറൂഫ് എന്ന് ചോദിച്ചാൽ നിന്റെ വയസ്സ് എത്രയായി? ക്രോണോളജിക്കൽ ഏജ്, ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഏജ്. അതല്ല, കർമ്മം ചെയ്ത കാലയളവാണ്. മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ യുവാവായിരുന്നു. ശരിയോ തെറ്റോ? ക്രോണോളജിക്കലി തെറ്റാണ്, അനാട്ടമിക്കലി തെറ്റാണ്. എന്നാൽ കർമ്മം കൊണ്ടത് ശരിയാണ്. ഒരു യുവാവിന്റെ പ്രസരിപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹം ഉള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച ഒരു കാലയളവല്ല, യൗവനമാണ് ഏറ്റവും തിരക്ക് പിടിച്ചത്. ആരെയൊക്കെ നോക്കണം? ഭാര്യനെ നോക്കണം, മക്കളെ നോക്കണം, പിന്നെ അവനവന്റെ വീട് നോക്കണം, പിന്നെ പാരന്റ്സിനെ നോക്കണം, മൂത്ത ആളാണെന്നുണ്ടെങ്കിൽ താഴെയുള്ളവരെ നോക്കണം, പെങ്ങന്മാരെ നോക്കണം, നാട്ടിലത്തെ കാര്യം നോക്കണം, സോഷ്യൽ വർക്കർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ കാര്യം നോക്കണം. ഇത്ര തിരക്ക് പിടിച്ച ഒരു കാലം എന്ന് പറയുന്നത് ശൈശവമാണ് എങ്കിൽ അത്ര പ്രശ്നമില്ല, ബാല്യമാണെങ്കിലും അത്ര പ്രശ്നമില്ല, കൗമാരമാണെങ്കിലും അത്ര പ്രശ്നമില്ല, വാർദ്ധക്യമാണെങ്കിലും പ്രശ്നം തീരെയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ റിസ്കി ടൈം എന്ന് പറയുന്നത് യൗവനമാണ്. ആ യൗവനത്തെയാണ് പടച്ചവൻ കൊടുത്തിട്ട് വലിച്ചത്. എന്നിട്ട് പറഞ്ഞു, ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബി മുഅല്ലഖതുൻ ബിൽ മസാജിദ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരത്തിന് വരുന്ന ഒരു യുവാവ്. 2, പള്ളിയുമായി മനസ്സ് ബന്ധപ്പെടുന്ന ഒരു യുവാവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാത്തമാറ്റിക്സ് അറിയുന്ന ആളുകളുണ്ട് അവിടെ? ഗ്രാജുവേഷനോ അല്ലാത്തതോ? ഗ്രാജുവേഷൻ കഴിഞ്ഞ മാത്സ് ആരുണ്ടോ? കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. മാത്സും ഗ്രാജുവേഷൻ കഴിഞ്ഞ, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ സ്വത്ത് ഒരുക്കാൻ എടുക്കാൻ പോണ് പള്ളിക്കത്തെ മൂലേരിയും തിരഞ്ഞു പോവുക. മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന വളരെ ചെറിയ ഭിന്നസംഖ്യകൾ കൂട്ടിക്കഴിച്ചുണ്ടാക്കിയാൽ കിട്ടാവുന്ന ഒരു സാധനമാണിത്. പക്ഷെ നമ്മളത് പഠിക്കില്ല. നമ്മുടെയൊക്കെ വീടുകളിലും നമ്മുടെ കാര്യത്തിനും എല്ലാത്തിനും സോഫ്റ്റ്വെയർ ഉണ്ട്. പള്ളി സോഫ്റ്റ്വെയർ ഉണ്ടാവില്ല, സക്കാത്തിന് സോഫ്റ്റ്വെയർ ഇല്ല. എന്തെല്ലാത്ത ഉണ്ടാക്കിയാൽ ഞാനാദ്യം കൊടുക്കണ്ടേ? കൈക്കോട്ട് തിയറിയാണ്, അങ്ങോട്ട് മാന്താനേ പറ്റുള്ളൂ. കൈക്കോട്ടുണ്ട് അങ്ങോട്ട് തള്ളാൻ പറ്റില്ല. അപ്പൊ കൈക്കോട്ട് തിയറിയാണ് നമുക്ക് താല്പര്യമുള്ളത്. എന്റെ അറിവ് കൊണ്ടാണ് എനിക്ക് പരലോകം കിട്ടേണ്ടത്. ഞാൻ സ്വാധീനമുള്ള ഒരു പ്രവർത്തകനാണെങ്കിൽ
ആ സ്വാധീനമാണ് പരലോകത്തെ എന്നെ ചെയ്യിപ്പിക്കേണ്ടത്. ആളുകൾ അംഗീകരിക്കുന്ന സംസാരപ്രിയനാണ് എങ്കിൽ ആ സംസാരം കൊണ്ടാണ് പരലോകത്ത് എനിക്ക് സ്വർഗം കിട്ടേണ്ടത്. ഞാൻ അംഗീകരിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടർഷിപ്പ് കൊണ്ടാണ് എനിക്ക് പരലോകത്ത് സ്വർഗം കിട്ടേണ്ടത്. എന്താണോ പടച്ചവൻ നമുക്ക് നൽകിയത് അതുകൊണ്ട് പരലോകം കിട്ടണം. അല്ലാതെ നമ്മൾ വേറെ ജീവിയായി ജനിക്കണ്ട, അല്ലേ? അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു സാധാരണക്കാരനാണ്. എന്ത് സാധാരണക്കാരന്? എല്ലാ അറിവുമുള്ള ബ്രെയിനുള്ള ഞാന് ദീനിന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയാകുക. വിനയം നല്ലതാണ്. അമിത വ്യയം ഭ്രാന്തിന്റെ ലക്ഷണമാണ്. അമിത വിനയം ഭ്രാന്തിന്റെ ലക്ഷണമാണ്. പക്ഷെ ആ വിനയം എന്തിനാണ്? പഠിച്ചെടുക്കാതിരിക്കാനുള്ള വിനയമാണ്. എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ലേ? ഖുർആൻ മലയാളത്തിലല്ലേ എഴുതിയത്? ശരി, അത് വായിക്കാനും പഠിക്കാനും നമുക്ക് കഴിയും. പഠിച്ചെടുത്തത് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അധ്യാപകന്മാരായ ആളുകൾ ക്ലാസ് റൂമിനകത്തു മാത്രമല്ലല്ലോ അധ്യാപകൻ, അവനവന്റെ മഹല്ലുകളിൽ ആ അധ്യാപനം നിർവഹിക്കാൻ അവന് കഴിയണം. ഇങ്ങനെ എവിടെയൊക്കെയാണോ അല്ലാഹ് എനിക്ക് സൗകര്യം നൽകിയിട്ടുള്ളത് അവിടങ്ങളിലൊക്കെയും എനിക്ക് ഇടപെടാൻ കഴിയണം. ആ ഇടപെടൽ നാളെ പരലോകത്ത് എനിക്ക് ഗുണം ചെയ്യും. പ്രവാചകന്മാര് നാളെ പരലോകത്ത് ഹാജരാകും. ആ ഹാജരാകുന്ന ആളുകളോട് പരലോകത്ത് വെച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കും. എന്നാണ്. ഏതൊക്കെ പ്രവാചകനാണോ ആ പ്രവാചകന്റെ കൂടെയുള്ള അനുയായികള് അവിടെ ഉണ്ടാവും. ഇബ്രാഹിം നബിയുടെ അനുയായികളുടെ കൂടെയുണ്ട്. എന്നിട്ട് ചോദിക്കും, ഈ മനുഷ്യൻ നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതാണോ? അവർ മറുപടി പറയിപ്പിക്കും, പടച്ചവൻ. ഓരോ പ്രവാചകനെയും ആ പ്രവാചകന്റെ ജനതതികളെ മുന്നിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യും. ഈ ആയത്തിന്റെ ബാക്കിയിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് ഓരോ ആളുകൾക്കും ഈ ദുനിയാവിൽ പടച്ചവൻ ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ വിചാരണക്ക് നാളെ പരലോകത്ത് വിധേയമാകും. എന്റെ ഭാര്യയുടെ കാര്യത്തിൽ, എന്റെ മക്കളുടെ കാര്യത്തിൽ, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, എന്റെ പള്ളിയുടെ കാര്യത്തിൽ, നന്മയുടെ കാര്യത്തിൽ എനിക്ക് നാളെ പരലോകത്ത് വിചാരണ നേരിടണം. വിചാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പം വിചാരിക്കും, അങ്ങനെ അല്ലല്ലോ. 2 റൗണ്ടാണ് പരലോകത്തുള്ളത്. ഒന്ന് എലിമിനേഷൻ ഗ്രൗണ്ടാണ്, ഒന്ന് യോഗ്യത നേടണം. പരലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടക്കാരിൽ പെട്ടു പോകുന്നത് ആരാ? പരലോകത്ത് ഏറ്റവും വലിയ നഷ്ടമൊക്കെ ഉണ്ടാവുക പർവ്വതത്തിൽ ഏറ്റവും വലിയ നഷ്ടമുള്ളത് ആരാ? ഏത് ജനവിഭാഗമാണ്? ഏത് കാറ്റഗറിയാണ്? ഇടത് കയ്യിൽ വേദഗ്രന്ഥം കിട്ടിയവർ, അല്ലെ? അസ്ഹാബുൽ ഷിമാൽ, നരകത്തിൽ പോകുന്നവർ, അവർക്ക് പരാജയമാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും പരലോകത്ത് ഏറ്റവും കൂടുതൽ പരാജയർ എന്ന് പറഞ്ഞത് വിചാരണക്ക് എടുക്കാത്തവരെയാണ്. വിചാരണ കഴിഞ്ഞാൽ അവിടെ എത്ര ആളുകളാണ് കോടതികളിൽ വിചാരണയില്ലാതെ, തെറ്റും ശരിയും തീരുമാനിക്കാതെ തടങ്കൽ പാളയത്തിൽ നിൽക്കുന്നത്? ഒന്നുകിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്നെങ്കിൽ കിട്ടണ്ടേ. 10-15 വർഷക്കാലത്തോളം വിചാരണ തടവുകാരായി കഴിയുന്നു. ഇത്ര വലിയ ജീവിതത്തിന്റെ നഷ്ടം എന്താണ്? പരലോകത്ത് വിചാരണയ്ക്ക് മുമ്പ് ആ വിചാരണക്ക് എലിജിബിലിറ്റി കിട്ടണം. വിചാരണയായാൽ അപ്പുറത്തേക്ക് പോകും. തണുപ്പുള്ള ദിവസം കുളിക്കാനാണോ ബുദ്ധിമുട്ട്? കുളിക്ക് ഒരുങ്ങാനാണോ ബുദ്ധിമുട്ട്? ഒരു തണുപ്പുള്ള സമയത്ത് കുളിക്കാനാണോ ബുദ്ധിമുട്ട്? കുളിക്ക് ഒരുങ്ങാനാണോ ബുദ്ധിമുട്ട്? ഒരുങ്ങാനാണ്. ആണോ? അല്ലേ? തണുപ്പുണ്ടോ? തണുപ്പില്ലേ? ഒരു കപ്പ് വെള്ളം ശരീരത്തിലായാൽ പിന്നാണ് തീരുമാനായിക്കോളൂ. പക്ഷെ അത് ആകാൻ കുറച്ചടങ്ങാണ്, അല്ലെ? വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇങ്ങനെ പഠിക്കണ സമയത്ത് ഇങ്ങനെ പോയി കിട്ടാനാ ബുദ്ധിമുട്ട്. പോയാൽ അതിനോട് പോയിക്കോളും. തുടങ്ങാനാണ് പ്രശ്നം. പരലോകത്ത് വിചാരണ എത്തുന്നത് വരെയാണ് പ്രശ്നം. വിചാരണയായാൽ പിന്നെ വിചാരണയാണ്. അത് എളുപ്പമാണെന്ന അർത്ഥത്തിലല്ല. വിചാരണ കിട്ടണമെങ്കിൽ 5 കാര്യങ്ങൾ ചോദിക്കും. നീ ഇന്നത് ചെയ്തോ, യെസ് ഓർ നോ എന്നതിനപ്പുറത്ത് അവിടെ ദീർഘമായ വിചാരണയില്ല. ഫോർ എക്സാമ്പിൾ, നീ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ശരി,
പോയത് എങ്ങനെയാണ്, പോകുന്ന സമയത്തുള്ള ആത്മാർത്ഥത എന്താണ്, നമസ്കാരത്തിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെയാണ് അടുത്ത വിചാരണ. പക്ഷെ ആ വിചാരണക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഈ റൗണ്ട് കഴിയണം. എന്റെ ആയുസ് നീ എവിടെ ചെലവഴിച്ചു? മറുപടി പറയണം പരലോകത്ത്. എന്റെ സമ്പത്ത് നീ എന്ത് ചെയ്തു? മറുപടി പറയണം പരലോകത്ത്. ഇവിടുന്ന് കിട്ടി എവിടെ കൊടുത്തു? നിന്റെ സമയം നീ എന്ത് ചെയ്തു? മറുപടി പറയണം പരലോകത്ത്. നിന്റെ യൗവനം നീ എന്ത് ചെയ്തു? നിന്റെ യൗവനം നീ എന്ത് ചെയ്തു? മറുപടി പറയണം പരലോകത്ത്. ആധുനിക സമൂഹം ന്യൂജൻ സെറ്റോ എന്ത് കാറ്റഗറി ആയിരുന്നാലും ശരി, ഏറ്റവും കൂടുതൽ കറങ്ങുന്നത് സ്ക്രീൻ അഡിക്റ്റുകളാണ്, സ്ക്രീനേജ് ആണ്, അല്ലെ? റീലും റോളും ഒക്കെ ആയി ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്ന്. സമയമുള്ളത് കൊണ്ടാണല്ലോ ഈ പണിക്ക് നിൽക്കണേ. സമയമില്ലാത്ത ഒരാൾ ഈ പണിക്ക് പോകും ഇല്ല. സമയമുണ്ട് അവന്റെ കയ്യിൽ. നിരുപദ്രവമാണ് എന്ന് തോന്നാവുന്നത് പോലും പരലോകത്ത് ഉപദ്രവമാണ് നമുക്ക്. എത്ര സമയം? നിന്റെ സമയം, നിന്റെ ആയുസ്, നിന്റെ യൗവനം, ഇത് മൂന്നും ഒന്നാണ്. ഒരർത്ഥത്തിൽ നിന്റെ ആയുസ്സാണ്. അതെന്തു ചെയ്തു അത് പറയണം. അപ്പോ കൊട്ടപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ഓരോരുത്തരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനായി മകളായി ജനിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അങ്ങോട്ട് പോവുകയോ ചെയ്ത് നമ്മൾ ജീവിക്കും. ആ ജീവിക്കുന്ന സമയത്ത് എക്സ് ഓർ വൈ, എക്സ് പ്ലസ് വൈ, ഈ രണ്ടു പേർക്കും മറ്റൊരുത്തനെ, മറ്റൊരു സമൂഹത്തെ, മറ്റൊരു കുടുംബത്തെ, മറ്റൊരു സംവിധാനത്തെ നമ്മുടെ കഴുത്തിൽ കൊളുത്തി വെച്ചിട്ടുണ്ട് പടച്ചു. അതെന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അത് നിർവഹിക്കണം എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പന. അത് പരലോകത്ത് വിചാരണ ചെയ്യും. അത് പരലോകത്ത് വിചാരണ ചെയ്യും. എത്രമേൽ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു മഹല്ല് സംവിധാനത്തിൽ, ആ മഹല്ല് സംവിധാനത്തിന്റെ കഷ്ടപ്പാടുകൾക്കിപ്പുറത്ത് ആശ്വാസം അനുഭവിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? കൊട്ടപ്പുറം സംവാദം നമുക്കറിയാം. ശരിതെറ്റുകൾ വിശകലനം ചെയ്യാനല്ല, അങ്ങനെ വളർന്നു വന്ന ഒരു പ്രദേശമാണ് കൊട്ടപ്പുറം എന്ന് പറയുന്നത്, ഒരു മഹല്ല് എന്ന് പറയുന്നത്. പലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ സുജൂദിലേക്ക് നോക്കണം എന്ന അല്ലാഹുവിന്റെ കൽപ്പന അവർക്ക് പൂർണ്ണമായും പാലിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് ചുറ്റുഭാഗം നോക്കിയിട്ട് നിസ്കരിക്കാൻ പറ്റും. ആരൊക്കെയാണ് വെടിയുതിർക്കാൻ വരുന്നത് എന്നവർക്ക് ശ്രദ്ധിക്കണം. എന്നെ നശിപ്പിക്കാൻ വരുന്നത് ആരാണ് എന്നവർക്ക് നോക്കണം. ഒരു കൈയിൽ പ്രിയപ്പെട്ട മകനെയും മറുകൈയിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ജീവിതത്തിന്റെ വീട്ടിന്റെ സമ്പാദ്യവും കയ്യിൽ വെച്ചിട്ട് ആരാധനകൾ നിർവഹിക്കണം. വിട്ടുവീഴ്ച ചെയ്യൂല പടച്ചവൻ. നമസ്കാരത്തിൽ അങ്ങനെ സൗകര്യം ചെയ്തു തന്ന, സൗകര്യമില്ലാതെ ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാരാണ്. നേരെ കടന്നു വന്ന് നിയമത്തിന്റെ പഴുതും അധികാരത്തിന്റെ ദണ്ഡും ഉപയോഗിച്ച് മോഡിഫൈഡ് ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ട സൗധങ്ങൾ, പള്ളികൾ തകർത്ത് കളയുന്നു. അവർ പകച്ചു നിൽക്കുന്നു. ഇന്നലെ വരെ ഞങ്ങൾ നെറ്റിത്തടം സുജൂദ് വെച്ച ഇടം ഇന്ന് തനിച്ച മണ്ണായി കിടക്കുകയാണ്. എളുപ്പമാണ് നമുക്ക്. പക്ഷേ വീടിനകത്ത് മാറാല കെട്ടിയാൽ നമ്മൾ ഭാര്യയോട് ചോദിക്കും, ഇവിടെയൊക്കെ മാറാലുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത് തട്ടും, അല്ലെ? അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ എന്നാള് ചെയ്യണമെന്ന് ദീനുൽ ഇസ്ലാമിൽ കൽപ്പനയൊന്നുമില്ല. നബിയുടെ ഒപ്പം കൂടും എന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും തെറ്റുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഭർത്താവിനെ കുറിച്ച് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഭാര്യയുടെ വേലക്കാരെന്നാണ്, ഖാദിമെന്നാണ്, സർവന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവന്റ് ആണ്. ആരുടെ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സർവന്റ് ആണ്. പ്രവാചകൻ ഇങ്ങനെ ഉള്ളിയൊക്കെ തോല് ഒഴിക്കും, അതൊക്കെ ഇങ്ങനെ മുറിക്കും, അതങ്ങനെ ചെയ്തു കൊടുക്കും. നമ്മളൊക്കെ സർവൻഷിപ്പ് ചെയ്യുന്നവരാണ്. ജീവിതത്തിലെ ആകെ അടങ്ങാറുള്ള സാധനം ഈ വെള്ളുള്ളി തോലൊഴിക്കണം. ഓക്കെ, അതല്ലാതെ ദുനിയാവിൽ ഒരു പടി വരെ, ഒരു പരിധി വരെ നമുക്ക് സഹകരിച്ചു കൊടുക്കാൻ പറ്റും. അത് കഴിയല്ല, അതെന്തോ ഒരു അസ്വസ്ഥതയാണ്. ശരി, ബാങ്ക് കേൾക്കുന്ന സമയത്ത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കും. കിട്ടിയാലേ പോകുള്ളൂ, തത്വത്തിലല്ല, അനുവാദം ചോദിക്കും.
ഞാൻ പോയി വന്നിട്ട് ബാക്കിയുള്ള വെല്ലുവിളിയും കൂടി ആയിരിക്കും പോലെ. നിങ്ങൾ പോയിക്കോളൂ, വേഗം വരണം കേട്ടോ. പോകും, തിരിച്ചു വരും, ബാക്കി ബിരിയാണിക്കുള്ള മല്ലിച്ചപ്പ് എരിഞ്ഞു കൊടുത്തിട്ട് പോകും. ഖാദി ആർക്കുമാകാം, ആർക്കുമാകാം. കിടക്കപ്പായിൽ മൂത്രമൊഴിച്ചാൽ അത് കഴുകേണ്ടവൾ ഭാര്യ മാത്രമല്ല, ആർക്കും കഴുകാം. വെള്ളം അള്ളാന്റെയാണ്, എടുത്തിട്ട് ആർക്കും കഴുകാം. സോപ്പ് ഭർത്താവ് വാങ്ങിക്കൊടുന്നാണ്, ആർക്കും തേക്കാം. ഇതൊന്നും ഇസ്ലാമിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ ശീലിച്ച് പരിശീലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ഒരു അഴകും ആനന്ദം ഉണ്ടാകുന്നത്. പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീടിന് വരുന്ന പ്രശ്നങ്ങൾ അല്ലെ, പള്ളി പഴയ പള്ളിയാണ്, വീടോ കമനീയമായി കുടുങ്ങി നിൽക്കുന്ന രമ്യഹർമ്മമാണ്. എന്തുകൊണ്ടാണ്? അതെന്റെ പള്ളിയായി തോന്നിയില്ല, എന്റെ വീടായി തോന്നിയില്ല, എന്റെ പടച്ചോന്റെ വീടാണത്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞ നേരം ഉൾക്കൊള്ളും പറയും. വിശുദ്ധ ഖുർആനിൽ അലങ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് രണ്ടാളുകൾക്ക് മാത്രമേ, രണ്ട് ഘട്ടത്തിൽ മാത്രമേ സീനത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് പെണ്ണാണ്, ഒന്ന് പള്ളിയാണ്. പെണ്ണലങ്കരിച്ച് നടക്കേണ്ടത് പുറത്തല്ല, അകത്താണ്, ഭർത്താവിന്റെ മുമ്പിലാണ് മാത്രം. രണ്ടാമത്തത് പള്ളിയാണ്. പള്ളികൾ നിങ്ങൾ അലങ്കരിക്കണം. അലങ്കാരം എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഏറ്റവും ചുരുങ്ങിയത് അവനവന്റെ പള്ളി വീട് മാതിരിയെങ്കിലും ആകണം. എന്താ പറഞ്ഞ കാണില്ലല്ലോ, പെരപ്പണിയാണ്. എന്റെ പെരപ്പണി ഒന്നുമില്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ. ഒന്നുമില്ല, ആ മൊസൈക്കൊക്കെ ഗ്രാനൈറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു വെട്രിഫൈഡിന്റെ 5-4 ഇടാൻ വേണ്ടി ഇങ്ങനെ തീരുമാനിച്ച ഇതിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പള്ളിക്കൊക്കെ പോണ സമയത്തോ അവിടെ മൂത്രപ്പേര അങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ്, അത് അങ്ങട്ടാണ്, ഇത് ഇങ്ങട്ടാണ്, അവിടെ ഇങ്ങനെ അടങ്ങാറായിട്ട് വന്നിട്ട് വയ്യ. വില ഇവിടുന്ന വരുന്ന എന്താ ഓരോ നന്നാക്കാൻ വയ്യത്? ഇത് പരലോകത്തുനിന്ന് മലായികത്തീങ്ങൾ വന്ന് നന്നാക്കള അല്ലല്ലോ. എന്റെ വീട് പോലെ തന്നെ എന്റെ റബ്ബിന്റെ വീട് കാണണം. എന്റെ ഉപ്പ വന്നിട്ട് പറയാണ്, വീട്ടില് എനിക്ക് ബാത്റൂമിൽ പോകുന്ന സമയത്ത് ആ പഴയ ഒരു ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതാകുമ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ, ഇതൊന്ന് മാറ്റി വെക്കുമോ, എന്നാ ഞാൻ എന്റെ പെരീക്ക് വരാം എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുമോ? നമ്മള് വെക്കുവോ? മാറ്റി വെക്കും. അതിന്റെ പേരിൽ എന്റെ ഉപ്പ എന്റെ വീട്ടിലേക്ക് വരാതിരിക്കരുത്. പള്ളിയിലോ കാലമനുസരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരണം. ഇവിടെ ഒരു AC വെക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മിറ്റിയിലെ സെക്രട്ടറി ഇങ്ങനെ എഴുന്നേറ്റ് പറയുമ്പോ ഉപരിക്കൊക്കെ AC ആക്കയച്ചു. എന്താണ് 5 മിനിറ്റ് നിസ്കരിക്കാൻ AC ആക്കയച്ചു. ശരി, 5 മിനിറ്റ് കിടന്നുറങ്ങുന്നതിന് എന്താ പേരിൽ AC? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാനിപ്പിക്കുന്നു. എനിക്ക് പടച്ചവൻ തന്നതിനെ അവരവന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയണം. ആ കഠിനാധ്വാനത്തിന്റെ നമ്മുടെ മഹല്ലിലെ പൂർവ്വപിതാക്കൾ അവർ കൊണ്ട വെയിലാണ് പള്ളിയിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന തണുപ്പ്. ആ തണുപ്പിനെ തൊട്ടടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കണം. അതിന് നമ്മൾ മെനക്കെടണം, നമ്മൾ അധ്വാനിക്കണം. നമ്മൾ അധ്വാനിക്കാതെ ഒരു നിലക്കും ഇതിന്റെ പരിഹാരം കാണാൻ കഴിയില്ല. ഉറപ്പാണ്. പ്രതികാരം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല. കാഞ്ചനക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമുണ്ട്. എവിടെയാണത്? നമ്മുടെ തലമുറകളെ പ്രപിതാക്കന്മാരായ ആളുകൾക്ക് എതിരായി, അഥവാ ഉപ്പയ്ക്കും എതിരായി മകൻ വർക്ക് ചെയ്താൽ, മകൾ വർക്ക് ചെയ്താൽ, അവരുടെ ഇഷ്ടമില്ലാതെ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ ഭാവിയിൽ ഭാവിയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരെ വരുന്ന, എവിടെ എതിരെ വരും? അവനവന്റെ കയ്യിൽ ഇപ്പൊ കുറെ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ നമുക്ക് എതിരായിട്ട് തിരിയും. പരീക്ഷണമായി വരും എന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരാം. പരീക്ഷണമായി വരും എന്നത്. അപ്പൊ നമ്മുടെ തലമുറക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. തൊട്ടടുത്ത പ്രദേശത്ത് നിന്ന് ഒരു പെൺകുട്ടി ഫോൺ കോൾ ചെയ്തു. കൊറോണ ടൈമിൽ എറണാകുളത്ത് പഠിക്കുന്ന കുട്ടി കൊറോണ ടൈമിൽ അവിടെ പോയി അസൈൻമെന്റ് ചെയ്തേ പറ്റൂ. അവസാനം അവിടെ ഒരു സൗകര്യം ചെയ്തു കൊടുത്തു ഉപ്പ. അത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നത് അസൈൻമെന്റ് വേറെയിരുന്നു. അവിടെ ഹൈഹുയി പറയാൻ വേറെ അടുത്തുണ്ടായിരുന്നു. ഓൻ്റെപ്പുള്ള അസൈൻമെന്റ് ആയിരുന്നു. ഓക്കെ, ഇവൾക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. പ്രസന്റേഷൻ ആണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞു, അപ്പനെ പറഞ്ഞു വെറ്റിച്ച് അവിടെ കഴിയും.
അത്രയധികം ഗാഢമായ ബന്ധമായി അവർ തിരിച്ചു വന്നു. ഒരു നിലക്കും യോജിക്കാൻ പറ്റാത്ത ഒരുത്തരുമായി ഇവിടെ പ്രേമത്തിലാണ്. ഉപ്പിമ്മി പറഞ്ഞു, നടക്കൂല മോളെ, നടക്കൂല, നടന്നേ പറ്റൂ എന്ന് മകളും. ആ ഒരു അസ്വസ്ഥതയിൽ ഇങ്ങനെ കഴിയുമ്പോഴാണ് വീട്ടിൽ അവിടെ നിൽക്കുമ്പോ ഒരു ദിവസം ഉമ്മയ്ക്ക്, ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഉമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു. നടന്ന സംഭവമാണ്, ആരുതാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് അസുഖം വന്നിട്ട് പറഞ്ഞു ഉടനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തണമെന്ന്. ആ ഒരു കേട്ട സമയത്തുള്ള വല്ലാത്തൊരു അസ്വസ്ഥതയില് ഇവരെന്ത് ചെയ്തു, രണ്ടുപേരും വണ്ടി എടുത്തിട്ട് വാതിൽ കൂട്ടി ഇറങ്ങി. അകത്താരുണ്ട്? ആരുണ്ട്? മകളുണ്ട്. കിട്ടിയ ചാൻസ് അവള് മുതലാക്കി. എന്നെ വീട്ടിനകത്ത് പൂട്ടിയിട്ട് എന്റെ ആഗ്രഹത്തിന് എതിര് നിന്നു ഉമ്മയും എന്ന് പറഞ്ഞ് നേരെ വലിയ കോള് വിളിച്ചു. അവിടുന്ന് മലപ്പുറം SP കണക്ട് ചെയ്തു. SP ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. വനിതാ പോലീസ് സഹിതം ജീപ്പ് വന്നു. ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഹാജരായേ പറ്റുള്ളൂ, ഓർഡറാണത്. വന്നിട്ട് ചോദിച്ചു, എന്തിനാ കൂട്ടിയിട്ടത്? വിഷയമൊക്കെ പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് അറിയും, പക്ഷെ നിയമം ചെയ്യും, നിയമത്തിന്റെ വഴിക്ക് പോകും. അവിടെ ഈ കുട്ടി ജീപ്പ് പോയി. കാലം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഒരു കാലം എന്റെ കയ്യിൽ ആരുടെ എന്റെ വിരല് എന്റെ പ്രിയപ്പെട്ട മകന്റെ കയ്യിലാണുള്ളത്. പക്ഷെ ഇത് എത്ര കാലം നിലനിൽക്കും? ഈ ദുനിയാവിലെ ഈ കാലഘട്ടത്തിലെ ജിഹാദ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല. അത്രയധികം സങ്കടമാണ് നമുക്ക്. നമ്മുടെ ഉപ്പയും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ നമ്മളെ വളർത്തുന്നതിൽ ഈ പള്ളി വഹിച്ച പങ്ക് ചെറുതല്ല. ഒരു പള്ളി ഇല്ലെങ്കിൽ പോയി നിസ്കരിക്കണം എന്ന് പറയാൻ, ഉപ്പയുടെ കൂടെ വന്ന് നമസ്കരിക്കാൻ ഒരു പള്ളി ഉണ്ടായാൽ അതിന്റെ അനുഗ്രഹം അനുവദിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മരിച്ചാൽ മറയ്യ എന്നത് മാത്രമല്ല, മനസ്സ് ആ പള്ളിയുമായി ഒരു കണക്ഷനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾ മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് റുക്കൂയിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ ആ വാപ്പാനെന്തിനെ പറ്റൂ? ആ കുടുംബത്തിന് എന്തേ പറ്റൂ? ഇല്ല. മയ്യത്ത് നമസ്കാരം അറിയുന്ന ആളുകൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും എഴുന്നേൽക്കും. മയ്യത്ത് നിസ്കാരത്തിന് ചൊല്ലാൻ പറയണത് അറിയുമെന്ന് വെച്ചാൽ ഒരു 250 ആൾ ഇരിക്കുകയും ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞത് ഇത്രയാണ്, നമ്മളുടെ തലമുറയെ നമുക്ക് സംരക്ഷിക്കണം എങ്കിൽ ഇതുപോലെ ഇസ്ലാമികമായ മര്യാദയനുസരിച്ച് എന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ടവരുണ്ടാകണം എങ്കിൽ ഇബ്രാഹിം നബിയുടെ കൂടെ ഇസ്മായിലും ഇസ്ഹാഖും ഉള്ളതുപോലെ, മുഹമ്മദ് നബിയുടെ കൂടെ പ്രിയപ്പെട്ട ഫാത്തിമയുള്ളതുപോലെ എന്റെ കൂടെ എന്റെ മകൻ ഉണ്ടാകണം എങ്കിൽ നമ്മൾ അവിടെ മാതൃകയാകണം. പള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വരണം. ആ പള്ളിയുടെ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. നന്മയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. സാമൂഹിക സ്പർശനത്തിൽ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പ് ഈ ഒരു ഭാര്യയും ഭർത്താവും വിചാരിച്ചാൽ നമുക്ക് നിർവഹിക്കാൻ കഴിയും. പരസ്പരം ഉപദേശിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. ആരെ കെട്ടിയത്? ഇന്നാളെ കെട്ടിയത്. നബി ചോദിച്ചു, എത്ര? കുറച്ച് പ്രായം കുറഞ്ഞ ഒരാളെ കെട്ടിക്കൂടായിരുന്നു? നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വറ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കഴിയാമായിരുന്നില്ലേ? എന്തിനാ വയസ്സ് മുതിർന്ന ഒരാളെ കിട്ടിയത്? റസൂലുള്ളാഹിയുടെ അടുക്കൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, മുതിർന്ന മക്കളാണ് ഉള്ളത്, അവരെ നോക്കാൻ ഉമ്മയെത്ത ഒരാളെ കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു, കൊടുത്തും പറഞ്ഞു, ദീനിന്റെ മാർഗത്തിൽ മുന്നണി പോരാളികളായി ജീവിതത്തെ മുന്നോട്ട് നയിച്ചു. നമുക്കും കഴിയുന്നത് സംഘടനാ കാര്യം പറയാനല്ല, ഒരു വിഷയത്തിന്റെ അനുബന്ധം പറയാൻ വേണ്ടി മാത്രമാണ്. തൊട്ടപ്പുറത്ത് മുജാഹിദ് സമ്മേളനം നടന്നപ്പോ 30 ദിവസം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു കപ്പിൾസ് അവിടെ വന്നിരുന്നു. അവരങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ വന്നിരുന്നു. ആദ്യത്തെ ദിവസം വന്നിരുന്നപ്പോ അതിലെ മാധുര്യം അനുഭവപ്പെട്ടിട്ട് 2ാമത്തെ ദിവസം വന്നു. 15 ദിവസം അവിടെ വന്നിരുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു മാറ്റം ഉണ്ടായി.
അവർ പരസ്പരം യാത്രകളും അതേപോലെ തന്നെ ടൂറുകളും ട്രിപ്പുകളും ഒക്കെ ദീർഘമായി പോയി ജീവിതത്തിന്റെ ആസ്വാദനങ്ങളും ആനന്ദങ്ങളും കഴിച്ചു കൂട്ടുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷെ ഇത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കി. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിച്ചു, ഖുർആൻ ക്ലാസ്സുകളിൽ പോയി. കാറിൽ അവർ പിന്നീട് ഒരു ആഴ്ചയിൽ 3 ഖുർആൻ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. അതിൽ ഭർത്താവ് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാളായി മാറി, അധ്യാപകനാണ്. നേർക്ക് നേരെ അറബി ഭാഷ അറിയുന്ന ഒരാളൊന്നുമല്ല. അവർ രണ്ടുപേരും പരസ്പരം സഹകരിച്ച് മത്സരിക്കുകയാണ്. പരിശുദ്ധ റമദാനിൽ ഞാൻ ഇത്ര ഓതി, നിങ്ങളോ? ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ, നിങ്ങൾ തോൽക്കും. ഇങ്ങനെ പരസ്പരമുള്ള മത്സരത്തിലേക്ക് അവർ പോകുന്നു. അവരുടെ മാതാപിതാക്കളും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ആരാമത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് മലക്കുകൾ ഇങ്ങനെ അകമ്പടി സേവിക്കും എന്നാണ്. എന്ത്? കപ്പിൾസായി, ഭാര്യ ഭർത്താക്കന്മാരായി ദീനിന്റെ കാര്യത്തിൽ പരസ്പരം സഹകരിച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച് സാമൂഹിക സ്പർശനത്തിൽ മുന്നോട്ട് പോയാൽ നാളെ പരലോകത്ത് ഹാജരാകുമ്പോൾ അവരെ രണ്ടുപേരെയും ഒരുമിച്ചാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞു. എന്നിട്ടോ മുന്നില് മലക്കുകൾ ഉണ്ടാവും. മലക്കുകൾ സ്വർഗത്തിന്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് ആ സ്വർഗത്തിന്റെ വാതിലുകളുടെ കാവൽക്കാരായ മലക്കുകൾ കൈ പിടിച്ചു വലിക്കും. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. അത്ര നല്ല മനുഷ്യരെയാണ് കിട്ടുന്നത്. ഇണപിരിയാത്ത ആളുകളായിരിക്കും. അബുദാബി വാഹനാപകടത്തിൽ പ്രിയപ്പെട്ട മക്കൾ മരിച്ചു. നമ്മുടെ മക്കളും മരിക്കും, ഒരു സംശയവുമില്ല. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, പറഞ്ഞാലും മരിക്കും, പറഞ്ഞില്ലെങ്കിലും മരിക്കും. പക്ഷേ അവർ മരണപ്പെടുമ്പോൾ ജീവിതത്തിന് ഒരു സമാധാനം കിട്ടണം. അസ്വസ്ഥപ്പെടരുത്. ആരോടാ പറയാനുള്ളത്? വടകരയിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള പ്രിയപ്പെട്ട 2 ആൺമക്കൾ, സൂപ്പി മാഷിയുടെ 2 മക്കള്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് ദൈവവിശ്വാസിയല്ല, നേർക്ക് നേരെ ദൈവവിശ്വാസിയല്ല, എന്നാൽ ഒരു ശക്തിയുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പേരുകൊണ്ട് മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസം വേണം എന്ന് മനസ്സ് പറഞ്ഞൊരു ഘട്ടമായിരുന്നു അതിൽ. സൂഫി മാഷ് അടുക്കൽ ചെന്നിട്ട്, സാരമില്ല എന്ന് പറയാൻ എന്റെ നാവ് പൊങ്ങുന്നില്ല എന്ന്. എന്ത് സാരമില്ല? പറക്കമെത്താത്ത 2 മക്കളെ മലവെള്ളപ്പാച്ചില് പേമാരി കൊണ്ടുപോയപ്പോ സാരമില്ല എന്ന് പറഞ്ഞാൽ ആര് സാരമില്ല? എന്ത് സാരമില്ല? എന്തുകൊണ്ട് സാരമില്ല? പറയാൻ കഴിയൂല. പക്ഷെ ജീവിതത്തിന് ഒരു മനക്കരുത്ത് കിട്ടാൻ അള്ളാഹ് കൂടെയുണ്ടെങ്കിൽ, അള്ളാന്റെ കൂടെ നിന്നാൽ നമുക്ക് കിട്ടും. തിരിച്ചു പിടിക്കുമ്പോ മനസ്സിന് ലഭിക്കുന്ന ഒരു തണുപ്പുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്നത്. അകത്ത് വർക്ക് ചെയ്യുന്ന ഓരോരോ അവയവവും കാലമനുസരിച്ചുകൊണ്ടുള്ള പഴക്കവും അസുഖം കൊണ്ടുള്ള പഴക്കവും സംഭവിക്കുമ്പോ പടച്ചോനെ എന്നെ നീ കാക്കണേ. എന്റെ പ്രിയപ്പെട്ട മകള് 2 വയസ്സ്, 3 വയസ്സ്, 10 വയസ്സ്, അതിൽ നിന്ന് കെട്ടിച്ചയക്കാൻ എനിക്ക് ഭാഗ്യം നൽകണേ എന്ന് പറയണമെങ്കിൽ ആ റബ്ബുമായി എന്റെ മനസ്സൊരു ബന്ധം ഉണ്ടാകണം. ആ ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു ഹൃദയടുപ്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടത്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി നമസ്കരിച്ച് പടച്ചവനെ എന്ന് വിളിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട അള്ള കൈവിടൂല. പരീക്ഷണങ്ങൾ വരും, പക്ഷെ അവിടെ പതറാന്ന് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും, അത് പടച്ചോനെ എഡിറ്റ് ചെയ്ത് വേറെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ എഡിറ്റിംഗ് വർക്ക് പടച്ചോൻ വേറെ നിർവഹിച്ചു വെച്ചിട്ടുണ്ടാവും. ആ എഡിറ്റഡ് വേർഷനെ ജീവിതത്തിൽ സംഭവിക്കൂ, മറ്റൊന്നും സംഭവിക്കൂല. പക്ഷെ ആ എഡിറ്റഡ് വേർഷൻ എനിക്ക് ഹൈർ നൽകുന്ന, ആശ്വാസം നൽകുന്നതാകാൻ അള്ളാഹനെ സൂക്ഷിച്ചാൽ മതി. ഒരു എക്സിറ്റ് പടച്ചോൻ തരും. 5 സ്പീഡിൽ കറങ്ങുന്ന ഫാന് പെട്ടെന്നൊരു ദിവസം ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോ എന്താണെന്നറിയൂല. ഭാര്യ പറഞ്ഞു, എന്തൊരു ഒച്ച കേട്ടിട്ട് നിങ്ങൾ കേട്ടില്ല? കേട്ടു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോർച്ചടിച്ച് നോക്കി, ഒന്നും കാണുന്നില്ല, അത്ര വലിയ ശബ്ദമാണ്. അവസാനം ഈ കട്ടിലിന്റെ അടിയിൽ വല്ലതും കുടുങ്ങിയതാണോ എന്താണോ എന്ന് അറിയാൻ വേണ്ടി ടോർച്ചടിച്ച് നോക്കുമ്പോ മുകളിൽ കറങ്ങുന്ന ഈ ഫാന് താഴെ വീണ് കട്ടിലിനകത്തേക്ക് പോയിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് എന്റെ ചെറിയ മകൾ, ഇപ്പോ 5ാം ക്ലാസ്സിലാണ്, അവൾ തൊട്ടിയിൽ കിടക്കുന്ന പ്രായമാണ്. ഇതിന്റെ താഴെയാണ്
പോയി കിടക്കുന്നത്. ശാസ്ത്രമനുസരിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ശാസ്ത്രമനുസരിച്ച് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്റെ മനസ്സിൽ അപ്പൊ തോന്നിയത്, ഉപ്പ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഉപ്പയെ കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. ഉപ്പാന്റെ അടുക്കൽ പോയി തിരിച്ചു വരുന്നത് രാത്രി ഒരു 10-11 മണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചിട്ടാണ്. വഴിയിൽ തിരിച്ചു വരുമ്പോ ആ ഒരു മനസ്സിലായിരുന്നു ഉപ്പയെ കാണുക എന്നത്, കാണണമെന്ന് പറഞ്ഞപ്പോ പോയി കണ്ട് തിരിച്ചു വന്നതാണ്. ശരി, ആ ഒരു നല്ല മനസ്സിൽ കിടന്നുറങ്ങിയിട്ട് പടച്ചോനെ നീ കാക്കണേ എന്ന് പറയുമ്പോ നമ്മളെ കൂടിയാണ് പടച്ചോൻ കാത്തത്. നമ്മളെ കൂടിയാണ് പടച്ചോൻ കാത്തത്. അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ലല്ലോ. നമ്മൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വലിയ നെളിഞ്ഞു നിൽക്കൊന്നുമില്ലല്ലോ, ഒന്നും സംഭവിക്കില്ലല്ലോ. കൊണ്ടോട്ടിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ മാരകമായ അസുഖം ബാധിച്ച് ജീവിതത്തിന്റെ എല്ലാം ചെലവഴിച്ച് ഒരുപക്ഷെ കുടുംബത്തിന് പോലും വിഷമമായി, അവര് പോലും ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കും ഭരിച്ചുകൊണ്ടായിരിക്കും. ഞാൻ ചോദിച്ചിട്ട് ആരാ ആകെ ക്ലാസ് കഴിഞ്ഞിട്ട് ആയിരുന്നോ എന്ന് ചോദിച്ചടങ്ങാറാട്ട. ആരായിരുന്നാലും ശരി, എന്റെ ജീവിതത്തിൽ പടച്ചവന്റെ ആശ്വാസം എനിക്ക് കിട്ടണം. ആ കിട്ടുന്നതിന് പടച്ചവന് കൊടുക്കാൻ കഴിയണം. എന്ത് ജീവിതത്തിന് എളുപ്പമുണ്ടാകാൻ അമ്മാമൻ നിങ്ങൾ കൊടുത്തോ. എന്തൊക്കെ കൊടുക്കേണ്ടത്? സമ്പത്ത് കൊടുക്കാം. എന്റെ കയ്യിൽ പടച്ചോ എന്തൊക്കെ തന്നത് നമുക്ക് കൊടുക്കുക. അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുക. എന്റെ ജീവിതത്തിലും തരാം, അള്ളാന്റെ മാർഗത്തിൽ. അഥവാ എനിക്ക് വേണ്ടിയിട്ടും നാം ചെലവഴിക്കണം, അള്ളാന്റെ മാർഗത്തിൽ. നല്ല ജീവിതം നയിക്കണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് എളുപ്പത്തിലേക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുക. എളുപ്പത്തിലേക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. കൊടുക്കാൻ അങ്ങനെ കയ്യെ ചുരുട്ടി പിടിച്ചാൽ പണമാകാം, സമയമാകാം, സമ്പത്താകാം, അധ്വാനമാകാം, സ്വാധീനമാകാം, ആരോഗ്യമാകാം, കായശേഷിയാകാം, യുവത്വമാകാം, അനുഭവങ്ങളാകാം, പരസ്പര ബന്ധങ്ങളാകാം, വർത്തമാനമാകാം, എന്താണോ പടച്ചവൻ തന്നത് അത് അയച്ചു കൊടുക്കുന്നതിൽ, പടച്ചവന് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചാൽ എന്നെ കൊണ്ട് കൂട്ടിയ കൂടുന്നതൊക്കെ തന്നെയാണിത് എന്ന് പറഞ്ഞ് അവനവനിങ്ങനെ നെളിഞ്ഞാൽ ബുദ്ധിമുട്ടായ കാര്യം പടച്ചവൻ എളുപ്പമാക്കി തരും എന്നല്ല അർത്ഥം. ബുദ്ധിമുട്ടിലേക്ക് വേഗം വേഗം ചാടും. ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾക്ക് മേൽ പരീക്ഷണങ്ങൾ വരും. പമ്പരം കറങ്ങുന്നത് പോലെ ജീവിതത്തെ വട്ടമിട്ട് കറക്കും പടച്ചവൻ. അവിടെ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ കഴിയണം. അതെ, കാലത്തെ സാക്ഷി നിർത്തി എന്ന് പറയാണ്, നിനക്ക് നഷ്ടമില്ലാതിരിക്കണമോ ഹൈറിന്റെ കൂടെ നിൽക്കണം എന്നത്. ആ അർത്ഥത്തിൽ ഈ സംഗമം ഹൈറിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു സംഗമമായി അള്ളാഹു പരിഗണിക്കുമാറാകട്ടെ. അന്ന് തന്നിട്ടുള്ള കാര്യങ്ങളെ പടച്ചവന്റെ മാർഗത്തിൽ തന്നെ തിരിച്ചു നൽകാനും അതുവഴി ജീവിതത്തിന് കുളിർമയും ആനന്ദവും ആശ്വാസവും സമാധാനവും ലഭ്യമാകുന്ന അനുഗ്രഹീതരിൽ അള്ളാഹു നമ്മിയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.